So last class, first class discuss the questions, അതിനൊരു മോഡൽ ആൻസേഴ്സ് ഹിൻസ് തുടങ്ങിയൊക്കെ ഒരു PDF ആയിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷൻ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തത് ഹിമാലയൻ എക്കോസിസ്റ്റം, അതിൻ്റെ അല്ലെങ്കിൽ മൗണ്ടൻ എക്കോസിസ്റ്റം ജനറൽ ആയിട്ട് അതിൻ്റെ റീസ്റ്റോറേഷൻ, ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ടൂറിസം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുള്ള ഇമ്പാക്ട്സിൽ നിന്ന് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന ക്വസ്റ്റ്യനാണ് ഒന്നാമതുണ്ടായത്. പിന്നീട് ഹിമാലയാസ് ആർ ഹൈലി പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ്. ഹിമാലയാസിൽ ലാൻഡ് സ്ലൈഡ്സ് വളരെ പ്രോണാണ്, വളരെ ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ്. അതെന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ഗട്ട്സ് കമ്പാരിറ്റീവ്ലി ലെസ് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ് ആണ്. സോ ഹിമാലയൻ എക്കോസിസ്റ്റം, രണ്ട് മൗണ്ടൻ എക്കോസിസ്റ്റത്തിന്റെയും വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പോയ ക്വസ്റ്റ്യൻ കോറൽ റീഫ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. ഐ മീൻ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയത് ഗ്ലോബൽ വാർമിംഗ് ഓൺ കോറൽ റീഫ് സിസ്റ്റം, എന്തൊക്കെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, അതിന്റെ അസസ്മെന്റ് ആണ് ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാസ് റിഗാർഡിംഗ് മാൻഗ്രൂവ് ഫോറസ്റ്റ്, കണ്ടൽക്കാടുകൾ. മാൻഗ്രൂവ് ഫോറസ്റ്റുകളുടെ ഡിപ്ലീഷനും അതിന്റെ ഇമ്പോർട്ടൻസ് മറൈൻ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ കോസ്റ്റൽ ഇക്കോളജിയിലുള്ള അതിന്റെ ഇമ്പോർട്ടൻസും ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് അപ്ലോഡഡ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിന്റെ 5 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന PDF ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഓഡിയോ ക്ലാരിറ്റി കുറവാണോ? 1 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാമോ? Is it audible now? Yeah. Audible ആണല്ലേ? Thank you. So ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ ഇറ്റ്സ് റിഗാർഡിംഗ് പ്ലേറ്റ് ടെക്ടോണിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പൈൻസ്, സോ പസഫിക് ഓഷ്യനിലുള്ള റീജിയനിലുള്ള രണ്ട് ആർക്കിപെലാഗോസ് ആണ്. ആർക്കിപെലാഗോസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ആ ഗ്രൂപ്പിനാണ് ആർക്കിപെലാഗോ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് thousands of islands in Indonesia and Philippines archipelago. Explain the formation of thousands of islands in Indonesia and Philippines archipelago. പ്രിയ PDF ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഷെയർ ആണ്. ഐ ഷെയർ ഇറ്റ് ടു എവരി വൺ. എനിക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമോ? I think you can get it from the chat box. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് KSന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. മനസ്സാരോട് ചോദിച്ചിട്ട് ആ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറയാം. ഓക്കെ ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ചിലർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്, ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വന്നവർക്ക് ചിലപ്പോൾ ചാറ്റിൽ കാണാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനിയും കുറച്ച് പേരൊക്കെ പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യാൻ ഉണ്ടാവാനും അതുകൊണ്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് thousands ഓഫ് ഐലൻഡ്സ് ഇൻ ഇന്തോനേഷ്യൻ ആൻഡ് ഫിലിപ്പൈൻസ് ആർക്കിപെലാഗോ. അതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന് എങ്ങനെ ആൻസർ ചെയ്യാം? സോ ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പൈൻസ് ആർക്കിപെലാഗോ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. It is an extensive group of islands, small and medium size ആയിക്കോട്ടെ, ഒരുപാട് ഐലൻഡ്സുകൾ കൂടിച്ചേർന്ന ഒരു കൂട്ടത്തെ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് കൂടിച്ചേർന്ന കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ആർക്കിപെലാഗോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിലിപ്പൈൻസും ഇന്തോനേഷ്യയും വേൾഡിലെ തന്നെ
അതിൽ മേജർ ആയിട്ടുള്ള 5 ആർക്കിപെലാഗോസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ആർക്കിപെലാഗോസിൽ പെടുന്ന 2 ഇത് ഫിലിപ്പൈൻസ് ആൻഡ് ഇന്തോനേഷ്യ. അതായത് ഇന്തോനേഷ്യ ലാർജസ്റ്റ് ആർക്കിപെലാഗോ ഇൻ ദ വേൾഡ് ആണ്. ഇൻ ടേംസ് ഓഫ് സൈസ് ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ആണെങ്കിലും ഇന്തോനേഷ്യ ആണ് ഏറ്റവും ലാർജസ്റ്റ്. ഓക്കെ, ശരി. സോ എന്തൊക്കെയാണ് ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഈ ഒരു ഫിലിപ്പൈൻസ് ആയാലും ഇന്തോനേഷ്യ ആയാലും ഏത് ടൈപ്പ് ആയിട്ടുള്ള ആർക്കിപെലാഗോസ് ആണെങ്കിലും അതിനൊക്കെ ഫോർമേഷന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ള ജോഗ്രഫിക്കൽ റീസൺസ് എന്നാണ് ചോദിച്ചത്. സോ ഇറ്റ് ഈസ് പ്യൂർലി പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. ഒരുപാട് പ്ലേറ്റുകളായിട്ട് വേൾഡ് മേജർ ആയിട്ടുള്ള 7 പ്ലേറ്റ്സും ഒരുപാട് മൈനർ പ്ലേറ്റ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ യൂറേഷ്യൻ പ്ലേറ്റ്, ഫിലിപ്പൈൻസ് സീ പ്ലേറ്റ്, പസഫിക് സീ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ് തുടങ്ങിയ ഒരുപാട് പ്ലേറ്റുകളുടെ ഒരു ബോർഡറിങ് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്, ഒരുപാട് മിക്സിംഗ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു റീജിയൻ. സോ ഇവിടെ കൺവേർജൻസ്, പ്ലേറ്റുകളുടെ തമ്മിലുള്ള കൺവേർജൻസ് നടക്കുന്നുണ്ട്. പ്ലേറ്റുകളുടെ കൺവേർജൻസ് ഇൻ സെൻസ് 3 ടൈപ്സ് ഓഫ് കൺവേർജൻസ് ഉണ്ട് അല്ലെ. രണ്ട് പ്ലേറ്റുകളും കൺവേർജ് ചെയ്യുന്ന കൺവേർജൻസ് പരസ്പരം കൂട്ടിമുട്ടുക. കൺവേർജ് ചെയ്യുന്ന 2 പ്ലേറ്റുകളും ഐദർ എന്ത് ചെയ്യാം, രണ്ടും കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് ആവാം, സിമിലർ പ്ലേറ്റ്സ് ആവാം, അല്ലെങ്കിൽ രണ്ടും ഓഷ്യാനിക് പ്ലേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഒരെണ്ണം കോണ്ടിനെന്റൽ പ്ലേറ്റും മറ്റൊന്ന് ഓഷ്യാനിക് പ്ലേറ്റും ആവാം. ഇങ്ങനെ 3 തരത്തിൽ ഈ ഒരു കൺവേർജൻസ് നടക്കാവുന്നതാണ്. ഈ 3 ടൈപ്പ് കൺവേർജൻസിലും ഉണ്ടാവുന്ന ലാൻഡ് മാസസ്, ഉണ്ടാവുന്ന പ്രോസസ്സുകൾ തമ്മിൽ, ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ തമ്മിൽ കോൺസിക്വൻസസ് വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പൈൻസ് ആർക്കിപെലാഗോസ് ടൈപ്പ് ഓഫ് ആർക്കിപെലാഗോസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഐലൻഡ് ആർക്ക് ഫോർമേഷൻ. ഐലൻഡ് ആർക്ക് ഫോർമേഷൻ ഓഷ്യൻ കൺവേർജൻസിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഓഷ്യൻ കൺവേർജൻസ്? ഓഷ്യൻ പ്ലേറ്റുകളും 2 ഓഷ്യാനിക് പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡെൻസർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ്, 2 ഓഷ്യാനിക് പ്ലേറ്റ് സിമിലർ ഡെൻസർ ആയിരിക്കും അല്ലെ, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് ഡെൻസിറ്റി കൂടുതലുള്ള ഓഷ്യാനിക് പ്ലേറ്റ് എന്ത് ചെയ്യും, സബ്സ്യൂംഡ് ആയി പോകും. സോ അവിടെ സബ്ഡക്ഷൻ സോൺ ക്രിയേറ്റ് ആണ്, താഴോട്ടേക്ക് പോകും. ഓഷ്യാനിക് പ്ലേറ്റ് താഴോട്ട് പോകുമ്പോൾ താഴെ ഏതാണുള്ളത്, ലിതോസ്ഫിയർ, താഴെ ആസ്തെനോസ്ഫിയർ ഉണ്ട്. ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ വരെ beneath the earth surface ലിതോസ്ഫിയർ ഇത് പോയേക്കാം. സോ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ആസ്ട്രോസ്ഫിയറിലെ മോൾട്ടൺ സെമി മോൾട്ടൺ ആയിട്ടുള്ള ആ റീജിയനിലേക്ക് ഇത് എത്തും. സോ അത് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ മെറ്റമോർഫൈസ്ഡ് ആവും. മെറ്റമോർഫൈസ്ഡ് ആയിട്ടുള്ള റോക്ക് നമ്മൾ പഠിച്ചു. ഇഗ്നിയസ് റോക്സ് ഉണ്ട്, സെഡിമെന്ററി റോക്സ് ഉണ്ട്, മെറ്റമോർഫൈസ്ഡ് റോക്സ് ഉണ്ട്. മെറ്റമോർഫിസത്തിന് കാരണമാവും, രൂപമാറ്റം വരും. സോ അതവിടെ മെൽറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ക്രാക്ക് ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഈ ഒരു സബ്ഡക്ഷൻ സോണിന് അടുത്ത് ക്രാക്ക് ഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും, ലിതോസ്ഫിയറിലെ ഓഷ്യാനിക് സർഫസിലേക്ക് വരും. ഓഷ്യാനിക് സർഫസിൽ മാഗ്മ അപ്വേർഡ് റൈസ് ചെയ്തിട്ട് അത് സ്പ്രെഡ് ആവും. അങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഫ്ലഡ് പ്ലെയിൻ ഇങ്ങനെ ഫോം ചെയ്ത് ഇവഞ്ച്വലി ആഫ്റ്റർ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ത് സംഭവിക്കും, ഇത് ഓഷ്യൻ സർഫസിന് വെളിയിലേക്ക് വരും. അതിന്റെ ക്വാണ്ടിറ്റി കൂടി ഹൈറ്റ് കൂടി എന്ത് ചെയ്യും, ഓഷ്യൻ സർഫസിന് മുകളിലേക്ക് വരും. അങ്ങനെ ഓഷ്യൻ സർഫസിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് എന്ത് ആവുന്നത്. ഓഡിയോക്ക് പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആവുന്നില്ല ഇപ്പോഴും? യൂട്യൂബിൽ അല്ലേ? ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, സോ എന്ത് സംഭവിക്കും, പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഐലൻഡ് ഫോർമേഷൻ നടക്കും. ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഐലൻഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. സോ ഈ ഐലൻഡ് ഫോം ചെയ്തിട്ട് അത് മാത്രം മതിയല്ലോ, അതോടൊപ്പം ഈ പ്ലേറ്റുകളുടെ മൂവ്മെന്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വോൾക്കാനിക് ഒറിജിൻ ആണ്. വോൾക്കാനിസം ഉണ്ട് ഇവിടെ ഓൾറെഡി ഈ ഒരു റീജിയണിൽ വോൾക്കാനിസം ഉണ്ട്. അതുകൊണ്ട് കൂടെ തന്നെ പ്ലേറ്റ് മൂവ്മെന്റ്സും ഉണ്ട്. ഇപ്പൊ മാൻഡിൽ പ്ലൂം എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. മാൻഡിൽ പ്ലൂം എന്നൊരു പ്രതിഭാസമുണ്ട്. അത് സംഭവിക്കുന്നത് നമ്മുടെ ലിതോസ്ഫിയർ ഇന്റീരിയർ ഓഫ് എർത്ത് പറയുന്നത് ലിതോസ്ഫിയർ
ആസ്തനോസ്ഫിയർ, പിന്നെ കോർ വരുന്നുണ്ട്, മാൻഡിൽ, ഔട്ടർ മാൻഡിൽ, ലോവർ മാൻഡിൽ, പിന്നെ കോർ വരുന്നുണ്ട്, ഔട്ടർ കോർ, ഇന്നർ കോർ. അതിൽ കോറും മാൻഡിലും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. കോർ മാൻഡിൽ ബൗണ്ടറിയിൽ നിന്നും കോറിൽ നിന്നുള്ള പ്രിമോർഡിയൽ ആയിട്ടുള്ള ആ ഒരു മോൾട്ടൻ റോക്സ് അത് ഒരു കോൺഡ്യൂട്ട് അതോ പൈപ്പ് വഴി ഒരു ക്രാക്ക് ക്രിയേറ്റഡ് ആയിട്ട് വെർട്ടിക്കലി മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് നമ്മൾ കാണാറുള്ള അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനിസം ആക്ട്, അതിന്റെ സോഴ്സ് റീജിയൻ എന്ന് വെച്ചാൽ ആസ്തനോസ്ഫിയർ ആണ്. അപ്പർ മാൻഡിലെ ബിലോ ലിതോസ്ഫിയറിൽ ഒരു ആസ്തനോസ്ഫിയർ എന്ന ഒരു വീക്ക് സെക്ഷൻ ഉണ്ടെന്ന് അറിയാം നമുക്ക്, അല്ലെ? അപ്പൊ അവിടെ ഒരു സെമി മോൾട്ടൻ റീജിയൻ, മോൾട്ടൻ ആയിട്ടുള്ള റോക്സ് ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് സാധാരണ രീതിയിൽ വോൾക്കാനിസം ഉണ്ടാവാറുള്ളത്. പക്ഷെ ചില വേൾഡില് ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ യെല്ലോസ്റ്റോൺ പാർക്ക്, പിന്നെ റീയൂണിയൻ ഐലൻഡ്സിന്റെ അവിടെയൊക്കെ ഹോട്ട് സ്പോട്സ് ഉണ്ട്. ഹോട്ട് സ്പോട്സ് എന്ന് വെച്ചാൽ ഈ മാൻഡിൽ പ്ലൂം റീജിയൻസ് ആണ്. ഈ കോർ മാൻഡിൽ ബൗണ്ടറിയിൽ നിന്നും ഡയറക്റ്റ് എന്ത് ചെയ്യും, അവിടുന്ന് ഒരു കണക്ഷൻ വരികയാണ് മുകളിലോട്ട്, എർത്ത് സർഫസിലേക്ക്. സോ അതൊരു സ്റ്റേഷനറി ആയിട്ട് അവിടെ എന്ത് ചെയ്യും, എപ്പോഴും ഒരു വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും. സോ ഈ ഒരു പൊസിഷൻ എർത്തിന്റെ ഇന്റീരിയറെ സംബന്ധിച്ചിടത്തോളം ഒരു പൊസിഷൻ സ്റ്റേഷനറിയാണ്. സോ മുകളിലുള്ള ലിതോസ്ഫിയർ പ്ലേറ്റ് മൂവ്മെന്റ് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പോൾ ഇവിടെ ഇത് എർത്താണെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, ഹോട്ട്സ്പോട്ട് ഉണ്ട്. സോ മുകളിലുള്ള പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലെ പ്ലേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ മൂവ് ചെയ്യുന്ന ഭാഗത്തൊക്കെ വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അതിനാണ് വോൾക്കാനിക് ട്രെയിൽ എന്ന് പറയും. സീരീസ് ഓഫ് വോൾക്കാനോസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വോൾക്കാനിക് ഒറിജിൻ ആയിട്ട് ഓൾറെഡി ഒരു ഐലൻഡ് ഫോർമേഷൻ നടക്കുന്നു. പ്ലേറ്റ് മൂവ്മെന്റ്സ്, പരസ്പരം പ്ലേറ്റ് അങ്ങോട്ടും മൂവ്മെന്റ്സ് നടക്കുന്നതനുസരിച്ചിട്ട് ഇത് വികസിക്കും, കൂടുതൽ ഐലൻഡ്സ് ഫോം ചെയ്യും. അങ്ങനെ അതിന്റെ ഒരു കൂട്ടം ആയിട്ടാണ് എങ്ങനെ ഉണ്ടായത് ഈ ആർക്കിപ്പെലാഗോസ് ഫോർമേഷൻ നടക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, Indonesia and Philippines constitute 2 of the 5 main archipelagos in the world. അതിൽ തന്നെ ഇന്തോനേഷ്യ ഈസ് ദ ലാർജസ്റ്റ് ആർക്കിപ്പെലാഗോ, അല്ലെങ്കിൽ ലാർജസ്റ്റ് ആർക്കിപ്പെലാജിക് സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ബോത്ത് ഏരിയ ആൻഡ് പോപ്പുലേഷൻ. ഓക്കെ, സോ സുമാത്ര, ജാവ തുടങ്ങി ഒരുപാട് ഐലൻഡ്സ് ചേർന്നതാണ് നമ്മുടെ ഇന്തോനേഷ്യ. കാലിമന്ദൻ, സുലാവസി എന്നിങ്ങനെ ഒരുപാട് ഐലൻഡ് ഗ്രൂപ്പ്സ് ചേർന്നതാണ്. സോ ആർക്കിപ്പെലാഗോ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഓക്കെ, എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെയാണ് ആർക്കിപ്പെലാഗോ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈമറി റീസൺ എന്താണെന്ന് വെച്ചാൽ ഓഷ്യൻ കൺവേർജൻസ് ആണ്. ഓഷ്യൻ കൺവേർജൻസ് ആണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം. ഓക്കെ, ഓഷ്യൻ കൺവേർജൻസ്, ഇതിൽ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റുകൾ, സിമിലർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി ഡെൻസർ ആയിട്ടുള്ള, ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റ് സബ്സ്യൂം ചെയ്യുന്നു. അതിനാണ് സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്. സബ്ഡക്ഷൻ സോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ചെറിയ ട്രെഞ്ച് ക്രിയേറ്റ് ചെയ്യും ആ താഴോട്ടേക്ക് പോകുന്ന സ്ഥലത്ത്. ഈ സബ്ഡക്ഷൻ ചെയ്യുന്ന ഈ റോക്സ് ഒക്കെ താഴെ ആസ്ട്രോസ്ഫിയറിൽ എത്തിയിട്ട് അവിടെ മെൽറ്റഡ് ആവും. സോ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് മാഗ്മ പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഐലൻഡ് ആർക്ക് എന്ന് അതിന് പറയും. അങ്ങനെ ഉണ്ടാവുന്ന ഐലൻഡ്സിന് ഐലൻഡ് ആർക്സ് എന്ന് പറയും. ഓക്കെ, സോ ഓഷ്യൻ കൺവേർജൻസ് എന്ന കാര്യം നോക്കുക. ദെൻ എന്താണ് വേറെന്ത കാര്യം പറയാൻ പറ്റുക, ഇത് പ്രിഡോമിനന്റ്ലി എന്താണ് വോൾക്കാനിക് ഒറിജിൻ ആണ്. ആദ്യമായിട്ട് വോൾക്കാനിക് ഒറിജിൻ ആണ്. ദെൻ സബ്ഡക്ഷൻ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റും ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു പ്രോസസ്. ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്, പിന്നെ വോൾക്കാനിക് ആക്ടിവിറ്റി, ഇത് രണ്ടും കൊണ്ടുമാണ് ഇവിടെ ഐലൻഡ് ഫോർമേഷൻ നടന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വോൾക്കാനിക് ഒറിജിൻ ആയതുകൊണ്ടും ഈ ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആയതുകൊണ്ടും ഇവിടെ വോൾക്കാനിസം വളരെ ആക്റ്റീവ് ആയിരിക്കും. സീസ്മിക് ആക്ടിവിറ്റി അഥവാ
എർത്ത് ക്വേക്ക് സാധ്യതകൾ വളരെ പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഇന്തോനേഷ്യയിൽ എപ്പോഴും അല്ലെ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട്. ഒരു വോൾക്കാനിസം ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യ. ഓക്കെ, ഫിലിപ്പൈൻസും അങ്ങനെ തന്നെ. ഓക്കെ, സോ പിന്നെ ഇനിയും തന്നെ പറയാം. സോ ഓഷ്യാനിക് പ്ലേറ്റ്സ്, ഓഷ്യൻ കൺവേർജൻസ് എന്നതാണ് ഇതിന്റെ മെയിൻ ഇതിന്റെ പ്രിൻസിപ്പിൾ ഇൻഫോർമേഷന്റെ പിന്നിലുള്ള മേജർ കാര്യം എന്നാണ് ഓഷ്യൻ കൺവേർജൻസ് ആണ്. സോ നമ്മൾ പറഞ്ഞു അതിന്റെ ഡെൻസർ ആയിട്ടുള്ള പ്ലേറ്റ് താഴോട്ട് പോകും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. മെറ്റമോർഫിസം സംഭവിക്കുമെന്ന് പറഞ്ഞു, ഇത് പുറത്തേക്ക് വരും, എന്താ മാഗ്മ പുറത്തേക്ക് വരും. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് എന്താണ്, ഒറോജെനിസിസ് ആണ്. ഒറോജെനിസിസ് മീൻസ് ദാറ്റ് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്നാണ് അതിനർത്ഥം. ഒറോജെനിസിസ് എന്ന മൗണ്ടെയിൻ ബിൽഡിംഗ് ആക്ടിവിറ്റിന്റെ ജിയോഗ്രഫിക്കൽ ടേം ആണ് എന്ത്, ഒറോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഇങ്ങനെ മാഗ്മ പുറത്തേക്ക് വന്ന് ക്രിയേറ്റഡ് ആയി ഇങ്ങനെ ഒരു മൗണ്ടൻസ് ഇങ്ങനെ ക്രിയേറ്റഡ് ആയിട്ടാണ് ഐലൻഡുമായിട്ട് പുറത്തേക്ക് തള്ളി വരുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ഒറോജെനിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഫോർമേഷൻ ആ ഒരു രീതിയിലാണ് ഇതിൽ ഫോർമേഷൻ നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ജപ്പാൻ എക്സാമ്പിൾ ആണ്. ജപ്പാൻ ഐലൻഡ്സ് കൂടിയാണ്. അപ്പൊ അവിടെ ഫ്രീക്വന്റ്ലി പുതിയ ഐലൻഡ് ഫോർമേഷൻ പുതിയ ഐലൻഡ് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അൺസ്റ്റേബിൾ ആവുന്നുണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ എവിടെയും. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഇസ് അൺസ്റ്റേബിൾ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് കട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇന്തോനേഷ്യൻ ഏതൊക്കെ ഓഷ്യൻ പ്ലേറ്റ്സ്? പസഫിക് പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഫിലിപ്പൈൻസ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ അങ്ങനെയുള്ള പ്ലേറ്റുകളൊക്കെയാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, പസഫിക് പ്ലേറ്റ്, പിന്നെ ചെറിയ മൈനർ പ്ലേറ്റ് ഉണ്ട്, സൺഡേ പ്ലേറ്റ്, ജാവൻ പ്ലേറ്റ്, അങ്ങനെ ഒരുപാട് ചെറിയ മൈനർ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. മേജറായിട്ട് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്, ഫിലിപ്പൈൻസ് പ്ലേറ്റ് ഒക്കെയാണ് പ്രധാനപ്പെട്ട പ്ലേറ്റ് ഇവിടെയുള്ള. ഓക്കെ, ദെൻ ഇത്രയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള റീസൺസ് ഇതൊക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോർണൽ ഡ്രിഫ്റ്റ് തിയറി പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ്, അത് ഓഷ്യൻ കൺവേർജൻസ് ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് ജിയോമാഗ്നറ്റിസം, ടെക്ടോണിക് തിയറി. നമ്മൾ ഇന്റീരിയർ ഓഫ് എർത്ത് പറയുമ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീൻ ഷെയറിങ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ആസ്ട്രോസ്ഫിയറിന്റെ ഇവിടെ നിന്നാണ് സാധാരണ രീതിയിൽ നമുക്ക് മാഗ്മ പുറത്തേക്ക് വരുന്നത്. പക്ഷെ മാൻഡിൽ പ്ലൂം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. മാൻഡിൽ പ്ലൂം പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് വരുന്നത് കോർ മാൻഡിൽ, ഈ മാൻഡിൽ ബൗണ്ടറിയിലാണ്. ഈ കോറിൽ നിന്നും പ്രിമോഡിയൽ ആയിട്ടുള്ള ഹോട്ടഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലാണല്ലോ ഔട്ടർ കോർ. അവിടെ നിന്നും വരുന്ന ഒരു കൺഡ്യൂട്ടീവ് ഫോം ഉണ്ട്, അതാണ് മാൻഡിൽ പ്ലൂം എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് കണ്ടില്ല, നിങ്ങൾ ഏതൊക്കെ പ്ലേറ്റ് ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, പസഫിക് പ്ലേറ്റ് ഉണ്ട്, ഫിലിപ്പൈൻ പ്ലേറ്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലേറ്റുകൾ ചേർന്നിട്ടാണ് എന്തുള്ളത് ഈ ഒരു ഏരിയാസിൽ എല്ലായിടത്തും ഉള്ളത്. അപ്പൊ ഈ ഒരു പ്ലേറ്റുകളുടെ തമ്മിലുള്ള മൂവ്മെന്റ്സും ഇതിനൊരു കാരണമാണ്. ഓക്കെ, കരീബിയൻ ഐലൻഡ്സ്, ജപ്പാനീസ് ഐലൻഡ്സ്, ഇതൊക്കെ ഫോം ചെയ്തത് ഈ ഒരു സിമിലർ മെത്തേഡിലൂടെ തന്നെയാണ്. സോ കൺവേർജൻസ്, ഓഷ്യൻ കൺവേർജൻസ്, ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ സംഭവിക്കുന്ന രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ, ഓഷ്യൻ സർഫസ് കണ്ടിട്ടില്ല, ഈ ഇവിടെ ഒരു ഓഷ്യൻ പ്ലേറ്റ് ഉണ്ട്, ഇപ്പുറത്ത് വേറെ ഓഷ്യൻ പ്ലേറ്റ്, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയാണ്. സോ ഡെൻസർ ആയിട്ടുള്ള കൂടുതൽ റിലേറ്റീവ്ലി ഡെൻസർ ആയിട്ടുള്ള ഈ ഓഷ്യൻ ക്രസ്റ്റ് സബ്സ്യൂം ചെയ്തു പോവാണ്. സബ്ഡക്ഷൻ സോൺ ഇവിടെ ക്രിയേറ്റ് ആവാണ്. അത് മെറ്റമോർഫൈസ്ഡ് ആയി മാറുകയാണ് ഈ ഒരു സബ്സൈഡ് ചെയ്ത ഈ ഒരു ഏരിയ. സോ അവിടെ നിന്നും മാഗ്മ എന്ത് ചെയ്യും, അപ്രൈസ് ആവും, അപ്വെല്ലിംഗ് ആവും. അങ്ങനെ അപ്വെൽഡ് ആയിട്ട് ഈ ഒരു ഓഷ്യൻ പ്ലേറ്റിന്റെ മുകളിലേക്ക് വരും.
അതിങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിച്ചിട്ട് ഇവിടെ ഐലൻഡ് ആർക്സ് ഫോം ചെയ്യും. അതോടൊപ്പം ഈ ടെക്ടോണിക് പ്ലേറ്റ് ഇങ്ങനെ പിന്നെ മൂവ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഐലൻഡ് ഫോർമേഷൻ അവിടെ സ്പ്രെഡ് ആവും. ഈ ചെറിയൊരു ഏരിയയിൽ സ്പ്രെഡായി മാറും. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് ഐലൻഡ്സ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ആർക്കിപ്പെലാഗോ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഐലൻഡ് ആർക്ക് കണ്ടില്ല, പ്ലേറ്റ് ബ്രേക്കപ്പ്, ഫിലിപ്പൈൻസ് സീ പ്ലേറ്റ്, സണ്ട പ്ലേറ്റ്, സുണ്ട പ്ലേറ്റ്, പിന്നെന്താണ് അതൊക്കെയാണ് ഇന്തോനേഷ്യ അടങ്ങുന്ന പ്ലേറ്റ് എന്നാണ്. സൺഡേ പ്ലേറ്റ് ആണ്. തൊട്ടിപ്പുറത്ത് ഫിലിപ്പൈൻ പ്ലേറ്റ് ഉണ്ട്. തമ്മിൽ കൺവേർജൻസ് നടക്കുന്നുണ്ട്. വളരെ വോൾക്കാനിക് ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് തൗസൻഡ്സ് ഓഫ് ഐലൻഡ്സ് ഇൻ ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പൈൻസ് ആർക്കിപെലാഗോ. ഓക്കെ, ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഐലൻഡ്സ് മേജർ ആയിട്ടുള്ള ഇന്തോനേഷ്യ, പിന്നെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ട് ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യയിൽ തന്നെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. ഈസ്റ്റ് ടിമോർ, ഓസ്ട്രേലിയ ഒരുപാടുണ്ട് അല്ലെ. ഓസ്ട്രേലിയ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. ഇത് വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള എന്താണ് ഐലൻഡ്സ് ആണ്. ഓസ്ട്രേലിയ നമുക്കറിയാം, ഇന്ത്യയും ഓസ്ട്രേലിയയും ഗോണ്ടോണ ലൈനിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ഓസ്ട്രേലിയ പിന്നെ വിട്ടു വന്നതാണ്. അത് വോൾക്കാനിക് ഒറിജിൻ അല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഈ റീജിയനാണ് വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള ഒരുപാട് ഐലൻഡ്സ് ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിലും അങ്ങനെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. മാലി, ചാഗോസ് ആർക്കിപെലാഗോ, അങ്ങനെ ഒരുപാട് ഐലൻഡ്സ് ഇന്ത്യൻ ഓഷ്യൻ. ദെൻ ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ് ആണ്. ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസിലും ഇതുപോലെ ഓഷ്യാനിക് കൂടുതലുള്ളത്. സോ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ താഴോട്ടേക്ക് ഓഷ്യാനിക് ക്രസ്റ്റ് താഴോട്ടേക്ക് പോകും. ഒരിക്കലും കോണ്ടിനെന്റൽ ക്രസ്റ്റ് താഴോട്ട് പോകില്ല. അങ്ങനെ വരുമ്പോൾ കോണ്ടിനെന്റ് കോസ്റ്റൽ റീജിയൻസിൽ ഈ ഒരു മൗണ്ടൻസ് ഫോം ചെയ്യും. ഓക്കെ, അതും വോൾക്കാനിക് ആക്ടിവിറ്റി ഇവിടെ വളരെ കൂടുതലായിരിക്കും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പൊ ഇവിടെ ആവശ്യം നമുക്ക് എന്തായിരുന്നു, വാട്ട് ആർ ദ നെയിംസ് ഓഫ് ഓഷ്യൻ പ്ലേറ്റ്സ് കിട്ടില്ല. പ്രേംരാജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫിലിപ്പൈൻസ് പ്ലേറ്റ്, സൺഡേ പ്ലേറ്റ്, അതൊക്കെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വേണമെങ്കിൽ ഞാൻ അത്ര ആവശ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാൻ ബാക്കിയുണ്ടായിരുന്നു. അത് മാൻഡിൽ പ്ലൂമിനെ കുറിച്ചായിരുന്നു. മാൻഡിൽ പ്ലൂം എന്ന് വെച്ചാൽ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചാൻസസ് ഉണ്ട്. ഡിഫൈൻ മാൻഡിൽ പ്ലൂം ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ മാൻഡിൽ പ്ലൂം ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ പ്ലേറ്റ് ടെക്ടോണിക്സ് അതാണ് ക്വസ്റ്റ്യൻ. സോ മാൻഡിൽ പ്ലൂമിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിടാം, അല്ല ഫോട്ടോ ഞാൻ കാണിച്ചിടാം. ദിസ് ഈസ് മാൻഡിൽ പ്ലൂം. ഐ ഹോപ്പ് എവരിവൺ ക്യാൻ സീ ഇറ്റ്. കാണാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ആയിട്ട് ഒന്ന് പറയാം. ഓക്കെ, സോ കോർ മാൻഡിൽ ബൗണ്ടറിയിലാണ് എന്തുള്ളത്, ഈ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഴ്സ് റീജിയൻ ആസ്ട്രോസ്ഫിയറിലൊന്നല്ല, കോറിന്റെയും മാൻഡിലിന്റെയും ബൗണ്ടറിയിലാണ്. സോ അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലൂം മോൾട്ടൺ റോക്സ് അപ്രൈസ് ആവുകയാണ്, അല്ലെങ്കിൽ അപ്വെല്ലിങ് നടക്കുകയാണ്. അപ്വെല്ലിങ് നടന്നിട്ട് മുകളിലേക്ക് ലോവർ ലിതോസ്ഫിയറിലേക്ക് എത്തും, അല്ലെങ്കിൽ ആസ്തനോസ്ഫിയറിൽ എത്തിയിട്ട് അവിടെ സ്പ്രെഡ് ആവാം. ആസ്തനോസ്ഫിയറിൽ എത്തിയിട്ട് സ്പ്രെഡ് ആവുമ്പോൾ അതിനെന്ത് ഒരു മഷ്റൂം ഷേപ്ഡ് ആവും, സ്പ്രെഡ് ആവുമ്പോൾ. സോ അതൊരു കോൺട്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഒരു പൈപ്പായിട്ട് ഇങ്ങനെ വന്നിട്ട് മുകളിലെത്തുമ്പോൾ എന്താണ്, ഒരു ക്രൗൺ പോലെ അല്ലെങ്കിൽ ഒരു മഷ്റൂം ഷേപ്പിൽ സ്പ്രെഡ് ആവും. ഇങ്ങനെയാണ് സാധാരണ എന്ത് ചെയ്യാം. അപ്പോൾ അതൊരു ഫീഡർ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ആസ്ട്രോസ്ഫിയറിനും കൂടുതൽ മോൾട്ടൺ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓഷ്യാനിക് പ്ലേറ്റിന്റെ ഫ്ലോറിന്റെ മുകളിലേക്ക് വരാം. സാധാരണ മാഗ്മ വന്ന് വോൾക്കാനിസം വരുന്നത് പോലെ തന്നെ ഓഷ്യാനിക് പ്ലേറ്റിന്റെ മുകളിലേക്ക് വരാം. സോ അങ്ങനെ ഫ്ലഡ് ബസാൾട്ട്സ് ക്രിയേറ്റ് ചെയ്താവാം. അല്ലെങ്കിൽ ഒരുപാട് വോൾക്കാനിക് മൗണ്ടൻസിന്റെ ഒരു ട്രെയിൽ ഉണ്ടാവാം. കാരണം സപ്പോസ് ഈ ഇതിന് മുകളിലുള്ള ഓഷ്യാനിക് പ്ലേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലേറ്റ് മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ഈ മാൻഡിൽ പ്ലൂം എന്നത് ഒരു സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്തുള്ളതാണ്. സോ ഇതിന്റെ മുകളിലുള്ള പ്ലേറ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരുപാട് കാലങ്ങളെടുത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് മൂവ് ചെയ്യുന്ന ആലോചിക്കണം. ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പോകുന്ന വഴിയിലെല്ലാം ലീനിയർ ആയിട്ട് എന്ത് ചെയ്യും,
ഈ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വോൾക്കാനിക് മൗണ്ടൻസ് ക്രിയേറ്റ് ആകും. ഓക്കെ, സിമിലർ ഇൻസിഡന്റ് ആയിരുന്നു എവിടെ ഉണ്ടായത്? ഗോണ്ടോന ലാൻഡിൽ നിന്നും ഇന്ത്യൻ പ്ലേറ്റ് വിട്ടു പോന്നപ്പോ യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ, 70 മില്യൺ ഇയേഴ്സ് എഗോ. അങ്ങനെ നടന്നപ്പോ ഇപ്പോ നിലവിലുള്ള റീയൂണിയൻ ഐലൻഡ്, മഡഗാസ്കറിന് അടുത്തുള്ള റീയൂണിയൻ ഐലൻഡ്സിന്റെ അവിടെ ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ ഈ ഒരു മാൻഡിൽ പ്ലൂം പുറത്തേക്ക് വരുന്ന ആ ഒരു ഔട്ട്ലെറ്റ്, ഓഷ്യാനിക് ഔട്ട്ലെറ്റിനാണ് എന്ത് പറയുന്നത്, ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. വേൾഡിൽ ഒരുപാട് ഇങ്ങനെ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്. അതൊരു സ്റ്റേഷനറിയാണ്. അതിന്റെ മുകളിൽ കൂടെ ഇന്ത്യൻ പ്ലേറ്റ് മൂവ് ചെയ്തപ്പോൾ, ഈ ഹോട്ട്സ്പോട്ടിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യാൻ ഇടയായപ്പോൾ ക്രിയേറ്റഡ് ആയതാണ് എന്ത്, ഡെക്കാൻ ട്രാപ്സ്. ഡെക്കാൻ ട്രാപ്സിൽ ഡെക്കാൻ പ്ലേറ്റുകൾ കാണുന്ന റിഗർ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ, ഇഗ്നിയസ് ആയിട്ടുള്ള അത്രയും ഫലഭൂയിഷ്ടമായ ഫെർട്ടൈൽ ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് സോയിൽസ്, ഡെക്കാൻ ട്രാപ്സ് അറൌണ്ട് 2 കിലോമീറ്റേഴ്സ് തിക്നെസ് ഉള്ള 10 lakh സ്ക്വയർ കിലോമീറ്റർ സ്പ്രെഡ് ആയിട്ടുള്ള, തുടക്കത്തിൽ 5 lakh സ്ക്വയർ കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, അത്രയും ഏരിയയിലുള്ള ആ ഒരു ബസാൾട്ട് പ്രോവിൻസസ് അല്ലെങ്കിൽ ഫ്ലഡ് ബസാൾട്ട്സ് ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു ഹോട്ട്സ്പോട്ടിന്റെ അടുത്തുകൂടെ മുകളിലൂടെ ഇത് പാസ് ചെയ്ത് പോയത് കൊണ്ടാണെന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, സോ മാൻഡിൽ പ്ലൂമിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഹോട്ട്സ്പോട്ട്സ് ഉണ്ടാകും, സ്റ്റേഷനറി ഫിനോമിനയാണ്. വോൾക്കാനിക് ട്രെയിൽസ് അതിന്റെ ഫോർമേഷന് കാരണമാവുന്നു. പിന്നെ ഫ്ലഡ് ബസാൾട്ട്സ് ഉണ്ടാക്കുന്നു. പിന്നെ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്റീരിയർ ഓഫ് എർത്തിൽ നിന്നും ഹീറ്റ്, എക്സസ് ആയിട്ടുള്ള ഹീറ്റ് ഒരു സേഫ്റ്റി വാൽവ് പോലെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയാണ്, മുകളിലേക്ക് പാസ് ചെയ്ത് പോവാം എക്സസ് ആയിട്ടുള്ള. അങ്ങനെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഹീറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു മാൻഡിൽ പ്ലൂം എന്ന ഒരു പ്രതിഭാസം, ഫിനോമിന ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഡയഗ്രാം നോക്കിയാൽ ഹോട്ട്സ്പോട്ട് ഒന്ന്, ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനറി ആണ് അല്ലെ. മുകളിലെ ആസ്ട്രോസ്ഫിയർ, അതിന്റെ മുകളിലുള്ള ലിതോസ്ഫിയർ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വോൾക്കാനിക് ആ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ കിട്ടും. അവിടെയൊക്കെ അയൺ ഫോർമേഷനും അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഫോർമേഷനും ഉണ്ടാകും. ഓക്കെ, ലോവർ മോസ്റ്റ് മാൻഡിൽ ബൗണ്ടറിയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കോറാണ്, പിന്നെ അതിന് മേലുള്ള മാൻഡിലാണ്. അതിന്റെ ബൗണ്ടറിയിൽ നിന്നാണ് ഈ ഒരു പ്ലൂം സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ മുകളിലേക്ക് എത്തുന്നു. സോ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ഓഷനിക് പ്ലേറ്റ് ആണെങ്കിൽ അവിടെ വോൾക്കാനിക് ട്രെയിൽ ക്രിയേറ്റഡ് ആവും. പിന്നെന്താണ്, സോ അത്രയേ ഉള്ളൂ. സോ ഇതാണ് മാൻഡിൽ പ്ലൂം എന്ന് പറയുന്നത്. സോ മാൻഡിൽ പ്ലൂമിന്റെ വേറെ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? സോ മാൻഡിൽ പ്ലൂം എന്നതിന് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയേണ്ടത്, ഇറ്റ് ഈസ് ആൻ അപ്വെല്ലിംഗ് ഓഫ് അബ്നോർമലി ഹോട്ട് റോക്ക് within the Earth's mantle, which carries heat upward in a narrow rising columns driven by heat exchange across core mantle boundary. Core mantle boundary എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കോർ മാൻഡിൽ ബൗണ്ടറിയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്വെല്ലിംഗ് ആണ്, ആക്ച്വലി മുകളിലോട്ട് വരിക അല്ലെ, താഴെ ഇന്റീരിയർ ഓഫ് എർത്തിന് മുകളിലേക്ക് വരികയാണ്. അങ്ങനെ ഡെഫിനിഷൻ ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. Mantle plume is an upwelling of abnormally hot rock within the Earth's mantle, which carries heat upward in a narrow rising column driven by heat exchange across the core mantle boundary. So, ഇതിലെ കീവേഡ്, മെയിൻ കീവേഡ് കോർ മാൻഡിൽ ബൗണ്ടറി ആണ്. അപ്വെല്ലിംഗ് ഓഫ് മോൾട്ടൺ റോക്സ് ഫ്രം, അല്ലെങ്കിൽ പ്രിമോർഡിയൽ റോക്സ് ആണ്. ആക്ച്വലി കോർ, ഏറ്റവും എർത്തിന്റെ ഏറ്റവും കോർ റീജിയൻസിൽ നിന്ന് വരുന്ന മാഗ്മയാണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നതാണ് എന്ത്, മാൻഡിൽ പ്ലൂം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു മാൻഡിൽ പ്ലൂം എന്നൊരു പ്രതിഭാസം, ഈ ഒരു ഫിനോമിനയെ പറ്റി ആദ്യം ഈ ഒരു ഹൈപ്പോത്തിസിസ് അവതരിപ്പിച്ച ആള് പേരാണ് മോർഗൻ എന്നാണ് പേര്. WJ മോർഗൻ എന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു പ്രതിഭാസത്തെ കുറിച്ച് ആദ്യമായിട്ട്
സയൻസ് വേൾഡിനോട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, W.J. Morgan developed the hypothesis of mantle plume. Then ഇങ്ങനെ റൈസ് ചെയ്ത് വന്ന ഈ ഒരു ഹോട്ട് റോക്സ് എന്ത് ചെയ്യും, ലിതോസ്ഫിയറിന്റെ ബേസിലെത്തും. അവിടെ നിന്ന് ഐദർ ഇറ്റ് സ്പ്രെഡ്സ് ഔട്ട്, അത് സ്പ്രെഡ് ആവും. അവിടുന്ന് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, താഴെ വളരെ നേരോ ആയിട്ടുള്ള ഒരു കോൺട്യൂട്ട് റൈസിങ് കോളം ആയിട്ടാണ് വന്നത്. നേരോ ആയിട്ടുള്ള ഒരു പൈപ്പിലൂടെ വന്നതുപോലെയാണ് താഴെന്ന് വരുന്നത്. പക്ഷെ ലിതോസ്ഫിയറിന്റെ ബേസ് എത്തുമ്പോൾ എന്ത് ചെയ്യും, അസ്ട്രോസ്ഫിയർക്ക് എത്തുമ്പോൾ ലിതോസ്ഫിയറിന്റെ ബേസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ആവും. സോ സ്പ്രെഡ് ആയിരിക്കുമ്പോൾ അതിന്റെ ഒരു ഷേപ്പ് എന്തായിരിക്കും, ഒരു മഷ്റൂം ഷേപ്ഡ് ആയിരിക്കും. സോ മഷ്റൂം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് അപ്വെല്ലിംഗ് ഓഫ് ഹോട്ട് റോക്ക് കറന്റ്സ് ആണ്, റോക്സ് ആണ്, ഹോട്ട് മെൽറ്റഡ് റോക്സ് ആണ് മാന്റിൽ പ്ലൂം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഇസ് എ സെക്കൻഡറി വേ, ഇറ്റ്സ് എ വേ ത്രൂ വിച്ച് എർത്ത് ലൂസസ് ദ ഹീറ്റ്. ഇന്ത്യയിലുള്ള എക്സസ് ആയിട്ടുള്ള ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു പ്രതിഭാസം കൂടിയാണ് ഇത്. ഓക്കെ, പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഡിഫൈൻ മാന്റിൽ പ്ലൂം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ റോൾ ഓഫ് ദ മാന്റിൽ പ്ലൂം ഇൻ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. പ്ലേറ്റ് ടെക്ടോണിക്സിൽ ഇതിന്റെ റോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രിമോർഡിയൽ മാന്റിൽ മെറ്റീരിയൽ ഫ്രം ദ ഇന്റീരിയർ ഓഫ് എർത്ത്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലാൻഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. വോൾക്കാനിക് ചെയിൻസ് ഞാൻ പറഞ്ഞു, ട്രൈൽസ് പറഞ്ഞു, ഫ്ലഡ് ബസാൾട്ട്സ് പറഞ്ഞു, ഹോട്ട്സ്പോട്ട് ഉണ്ടാവുന്നത് പറഞ്ഞു. ഇത് തന്നെ ഈ ഒരു ഇത്രയും എനർജി റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് നടക്കാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ ഒരു മാന്റിൽ പ്ലൂം ഇറ്റ്സെൽഫ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു കോണ്ടിനെന്റിന്റെ ഉള്ളിലേക്കാണ് ഈ ഒരു താഴ്ന്ന മാന്റിൽ പ്ലൂം എന്നൊരു ഹോട്ട് റോക്ക് റൈസ് ചെയ്ത് വരുന്നെങ്കിൽ, സ്പ്രെഡ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആവും. ആ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആവും, സീസ്മിക് ആക്ടിവിറ്റീസ് നടക്കാം. അവിടെ കോണ്ടിനെന്റിന് ഒരു റിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആവും, കോണ്ടിനെന്റ്സ് ബ്രേക്ക് ചെയ്യാൻ കാരണമാവും. സോ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ഒരു പ്രതിഭാസത്തിന് തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ പ്ലേറ്റ് ടെക്ടോണിക്സ് ടു ഹാപ്പൻ. ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു, അതൊന്ന് പറയണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തത് ഈ രണ്ട് ജോഗ്രഫിക്കൽ ഫിനോമിന പ്രതിഭാസങ്ങളായിട്ടുള്ള ഹോട്ട്സ്പോട്ട്സ്, ഫ്ലഡ് ബസാൾട്ട്സ്, ഈ രണ്ടാണ്. ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം ഞാൻ റീയൂണിയൻ ഐലൻഡിന്റെ കാര്യം പറഞ്ഞു, അടുത്തുള്ള ഒരു ഹോട്ട്സ്പോട്ട് പറഞ്ഞു. പിന്നെ USA യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, യെല്ലോസ്റ്റോൺ റീജിയൻ ഒരു വലിയൊരു ഹോട്ട്സ്പോട്ടാണ്. ഹവായിയൻ ഐലൻഡ്സ് ഫോം ചെയ്തത് ഈ ഒരു രീതിയിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയാ, ഒരുപാട് റിസർച്ച് സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആസ്റ്റനോസ്ഫിയറിൽ നിന്ന് വരുന്ന മാഗ്മയും മാത്രമല്ല, ഇത് കോർ മാനിൽ ബൗണ്ടറി, കോറിൽ നിന്നും വരുന്ന മാഗ്മാസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിമോർഡിയൽ ആയിട്ടുള്ള തുടക്കകാലത്തുള്ള എർത്തിന്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. സോ മാനിൽ പ്ലൂം വഴി ഉണ്ടായ ഐലൻഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാ, ഹവായിയൻ ഐലൻഡ്സ് പറയാം. എംപറർ സീമൗണ്ട് ഐലൻഡ്, രണ്ടും പസഫിക് ഓഷ്യനിലുള്ളതാണ്. എംപറർ സീമൗണ്ട് ആൻഡ് ഹവായിയൻ ഐലൻഡ്സ്, ഈ രണ്ട് ചെയിൻ ഓഫ് ഐലൻഡ്സും ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്, മാനിൽ പ്ലൂം ആണെന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യൻ പ്ലേറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ പ്ലേറ്റിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ എന്ത് സംഭവിച്ചു, 70 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത്. അപ്പോൾ സ്ക്രീൻ ചെയ്യാം, ഷെയർ ചെയ്യാം. പ്ലീസ് വാച്ച്. യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ലാൻഡ് മാസ് 70 മില്യൺ ഇയേഴ്സ് എഗോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഗോണ്ടാന ലാൻഡിൽ നിന്ന്. സോ ആ വരുന്ന വഴി എന്ത് സംഭവിക്കുന്നു, ഈ ഒരു റീയൂണിയൻ ഐലൻഡ്സിനെ ക്രോസ് ചെയ്തപ്പോഴാണ് ഡെക്കാൻ ട്രാപ്സ് ഉണ്ടായത്. ഓക്കെ, അതുപോലെ സൈബീരിയൻ ട്രാപ്സ് എന്ന ഒരു ലാൻഡ് ഫോംസും ഉണ്ട്. അതും എന്താണ് ഈ സിമിലർലി സംഭവിച്ചാണ്. സൈബീരിയൻ ട്രാപ്സ് ആൻഡ് ഡെക്കാൻ ട്രാപ്സ്
ഇത് രണ്ടും ഇതിന്റെ ഭാഗമായിട്ട് പറയാം. ഹോട്ട്സ്പോട്ടിൽ നിന്നും വന്നതാണ്. ഓക്കെ, അടുത്തത് പിന്നെ പറയാവുന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ അടുത്തത് കോണ്ടിനെന്റൽ റിഫ്റ്റിങ്ങിനും കോണ്ടിനെന്റൽ ബ്രേക്കപ്പിനും കാരണമാവും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മാൻഡിൽ പ്ലൂം എന്നാണ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് അപ്വെല്ലിംഗ് ഓഫ് ഹോട്ട് റോക്സ്, ഹോട്ട് മെൽറ്റഡ് റോക്സ് ഫ്രം ദ കോർ മാൻഡിൽ ബൗണ്ടറി ത്രൂ എ നാരോ കോൺഡ്യൂട്ട്. നാരോ അപ്വെല്ലിംഗ് ആണ്. When it reaches the base of lithosphere, it spreads out in the asthenosphere. Upper mantle asthenosphere spreads out ചെയ്യുമ്പോൾ it looks like a mushroom shape. Then role of mantle plumes in plate tectonics ആണ് അടുത്ത ചോദ്യം. അതിന് പറഞ്ഞു പ്രിമോഡിയൽ മാൻഡിൽ മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നു. ഇന്റീരിയർ ഓഫ് എർത്തിൽ നിന്നും എക്സ്റ്റീരിയർ ഓഫ് എർത്തിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്തിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഹീറ്റ് ബാലൻസ് കീപ്പ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഹോട്ട്സ്പോട്ട്സ്, ഫ്ലഡ് ബസാൾട്ട്സ് തുടങ്ങിയ ഫിനോമിനാസ് ഹാപ്പൻ ചെയ്യാൻ ഈ മാൻഡിൽ പ്ലൂംസ് ആണ് അതിന്റെ സോഴ്സ്. നെക്സ്റ്റ് അടുത്ത് പറയാനുള്ളത് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് ആണ്. എനർജി എക്സ്ചേഞ്ച് പറഞ്ഞു. ഹവായിയൻ ഐലൻഡ്സ്, എംപറർ സീമൗണ്ട് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഫോർമേഷൻ നടന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഡെക്കാൻ ട്രൈബ്സ്, സൈബീരിയൻ ട്രൈബ്സ് എന്നിവയൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ഒരു ഹോട്ട്സ്പോട്ടും മാൻഡിൽ പ്ലൂംസും ഒക്കെയാണ്, അസോസിയേറ്റഡ് ഇഷ്യൂസ് ആണ്. സോ ഇത്രയുമാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുന്നത്. ഓക്കെ, സോ ഈ പ്ലേറ്റ് ടെക്ടോണിക്സിൽ തന്നെ ചാലക ശക്തിയായിട്ട് അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ഹാപ്പൻ ചെയ്യാനുള്ള ഒരു ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ ഒരു മാൻഡിൽ പ്ലൂംസ് പ്രസൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. വൈ ആർ ദ വേൾഡ്സ് ഫോൾഡ് മൗണ്ടൻ സിസ്റ്റംസ് ലൊക്കേറ്റഡ് അലോങ് ദ മാർജിൻസ് ഓഫ് കോണ്ടിനെന്റ്സ്? വൈ ആർ പ്ലീസ് ഷെയർ റോൾസ്. എന്ത് റോൾസ് ആണ്? ഓക്കെ, റോൾസ് അല്ലേ. ഓക്കെ, ഞാൻ എന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഈ PDF ഷെയർ ചെയ്യാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്തല്ലോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ആൻസർ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. മാക്സിമം ഡയഗ്രാം ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ അതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ആർ ദ വേൾഡ്സ് ഫോൾഡ് മൗണ്ടൻ സിസ്റ്റംസ് ലൊക്കേറ്റഡ് അലോങ് ദ മാർജിൻസ് ഓഫ് കോണ്ടിനെന്റ്സ്? Bring out the association between the global distribution of fold mountains and earthquakes and volcanoes. So എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഗ്ലോബലി കാണപ്പെടുന്ന മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടൈൻ സിസ്റ്റം ഈ കോണ്ടിനെന്റ്സിന്റെ മാർജിൻസ് ആണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഓഷ്യൻ കോണ്ടിനെന്റൽ കോസ്റ്റൽ റീജിയനിലാണെങ്കിൽ ആ കോസ്റ്റൽ റീജിയനിലാണ് കാണപ്പെടുന്നത് അല്ലെ. പിന്നെ മാത്രമല്ല ഈ ഒരു ഫോൾഡ് മൗണ്ടൈൻ സിസ്റ്റവും എർത്തുക്വേക്കും ഫോൾഡ് മൗണ്ടൈൻ സിസ്റ്റവും വോൾക്കാനിസം തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? സോ ഇവിടെ പറയുമ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഈ കൺവേർജൻസ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ്, ഓഷ്യൻ കൺവേർജൻസ്, കോണ്ടിനെന്റ് കൺവേർജൻസ്, ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസ്, ഈ 3 രീതിയിൽ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം. ഈ 3 രീതിയിലും മൗണ്ടൈൻ ഫോർമേഷനും നടക്കാം. ഓക്കെ, സോ അതിന്റെ സാധ്യതകളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയൊക്കെ ആയിരിക്കും? ചില ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. കോണ്ടിനെന്റ് കൺവേർജൻസ് ഉണ്ടാവുന്ന ഫോൾഡ് മൗണ്ടൈൻസും ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസിൽ ഉണ്ടാവുന്ന ഫോൾഡ് മൗണ്ടൈൻസും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒന്ന് ആലോചിക്കും. ഒരു 2 minutes എനിക്കൊരു ബ്രേക്ക് വേണം. ഓക്കെ, ഇപ്പോൾ സോ എന്തൊക്കെയായിരിക്കും ഇതിന്റെ ആൻസർ? ഫോൾഡ് മൗണ്ടൈൻ സിസ്റ്റം. ഫസ്റ്റ് ഓഫ് ഓൾ ഫോൾഡ് മൗണ്ടൈൻ സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോൾഡ് മൗണ്ടൈൻ സിസ്റ്റം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, fold mountain system
ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫോൾട്ട് മൗണ്ടൻ സിസ്റ്റം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ എന്താണ്? ഹിമാലയസ് ആണ് അല്ലെ. ഹിമാലയാസ് ഉണ്ട്, ആൽപ്സ്, രണ്ടും യങ് ഫോൾട്ട് മൗണ്ടൻസ് ആണ്. പിന്നെ എന്താണ്? റോക്കീസ് ഉണ്ട്, ആൻഡീസ്. റോക്കീസ് നോർത്ത് അമേരിക്ക, ആൻഡീസ് എവിടെയാണ്? സൗത്ത് അമേരിക്ക. അറ്റ്ലസ് മൗണ്ടൻസ് ഇൻ ആഫ്രിക്ക എന്നിവയൊക്കെയാണ് എന്ത് മേജർ ആയിട്ടുള്ള ഫോൾട്ട് മൗണ്ടൻസ്. ഇതൊക്കെ കോണ്ടിനെന്റൽ മാർജിൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? സോ ഹിമാലയന്റെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആൻസർ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഹിമാലയസ് ഉണ്ടായതെന്നാണ് കോണ്ടിനെന്റ്, രണ്ട് കോണ്ടിനെന്റ് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോഴാണ്, കൺവേർജ് ചെയ്തപ്പോഴാണ്. സോ രണ്ട് കോണ്ടിനെന്റൽ മാസ് കൺവേർജ് ചെയ്യുമ്പോൾ രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും സബ്ഡക്ട് ചെയ്യൂല, താഴോട്ടേക്ക് പോകാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യും? ഇത് അപ്വാർഡ് ത്രസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്വാർഡ് ത്രസ്റ്റ് ഉണ്ടായിട്ട് മടക്ക് പർവ്വതം രൂപപ്പെടും. സോ ആന്റിക്ലൈൻ, സിൻക്ലൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെ ഫോൾട്ട് മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും. സോ തമ്മിൽ കൺവേർജ് ചെയ്യുന്ന ആ ഫുൾ ലെങ്ത്തിൽ ഈ ഒരു മൗണ്ടൈൻ സിസ്റ്റം ഫോം ചെയ്യും. സോ ആ ഒരു രണ്ട് ഓഷ്യാനിക് പ്ലേറ്റിന്റെ കൺവേർജൻസ് കാരണം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അത് മാർജിൻസിലേ ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു ഓഷ്യാനിക് പ്ലേറ്റും കോണ്ടിനെന്റൽ പ്ലേറ്റും തമ്മിലാണ് ഈ ഒരു കൺവേർജൻസ് നടക്കുന്നെങ്കിൽ, ലൈക്ക് ആൻഡിസ് മൗണ്ടൈൻ സിസ്റ്റം ഇൻ സൗത്ത് അമേരിക്ക, അവിടെ എന്താണ്? അങ്ങനെ പസഫിക് പ്ലേറ്റും പസഫിക്കിലുള്ള ഓഷ്യാനിക് പ്ലേറ്റും പിന്നെ എന്താണ് ഈ ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും തമ്മിലുള്ള കൺവേർജൻസ് കാരണമാണ് ഇവിടെ എന്തുണ്ടായിട്ടുള്ളത്? ഈ ഫോൾട്ട് മൗണ്ടൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഓഷ്യാനിക് പ്ലേറ്റ് സബ്ഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. സോ അവിടെ ഈ ഒരു ഫോർമേഷൻ ഓഫ് ഐലൻഡ്സ്, ഫോർമേഷൻ ഓഫ് മൗണ്ടൻസ് മാത്രമല്ല, അതിന്റെ കൂടെ വോൾക്കാനിക് ആക്ടിവിറ്റീസും കൂടി നടക്കും അല്ലെ. അവിടെ ക്രാക്സിലൂടെ മാഗ്മ പുറത്തു വന്ന് അവിടെ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റീസ് കൂടെ ഉണ്ടാവും. സോ ഇവിടെ രണ്ട് വ്യത്യാസങ്ങളാണ്. ഓഷ്യൻ കൺവേർജൻസ് ആണെങ്കിലും ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസ് ആണെങ്കിലും അവിടെ സബ്ഡക്ഷൻ സോൺ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു പ്ലേറ്റ് വിൽ ഗോ സബ്സ്യൂംഡ് ബിനീത്ത് ദ അനദർ പ്ലേറ്റ്. അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു മെറ്റമോർഫിസ് നടക്കുന്നുണ്ട്. ആസ്ട്രോസ്ഫിയറിൽ പോയിട്ട് അത് മെൽറ്റഡ് ആവുന്നുണ്ട്. സോ അവിടെ മാഗ്മ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ മാഗ്മ അപ്വെല്ലിങ് നടക്കുന്നുണ്ട്. അവിടെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും, എർത്ത്ക്വേക്ക് ആക്ടിവിറ്റീസും സീസ്മിക് ആക്ടിവിറ്റീസും ഉണ്ടാവും. പക്ഷെ കോണ്ടിനെന്റ് രണ്ട് കോണ്ടിനെന്റ് മാസം തമ്മിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ സബ്ഡക്ഷൻ നടക്കുന്നില്ല, അപ്ത്രസ്റ്റ് മാത്രം നടക്കുന്നുണ്ട്. ഡിസ്ട്രക്ഷൻ ചെയ്ത് അപ്ത്രസ്റ്റ് നടക്കുന്നു. അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഈ ഫോൾഡിങ് നടക്കുന്നത് കറക്റ്റ് ഓർഡറിലായിരിക്കണമെന്നില്ല. ഈ ഫോൾഡിങ് എന്ത് ചെയ്യും? ഓവർ ഫോൾഡ് ആവാം. ഓവർ ഫോൾഡിങ് എന്ന് പറയും. ഓവർ ത്രസ്റ്റ് സംഭവിച്ചിട്ട് നെപ്പെ എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഫോൾഡിങ് വിട്ടുപോകും. ഈ ഒരു നോർമലി നടക്കേണ്ട ആ ഒരു സിങ്ക് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സീസ്മിക് ആക്ടിവിറ്റീസ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. കാരണം പ്ലേറ്റുകൾ പ്രോപ്പറായിട്ടായിരിക്കില്ല അലൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസ്കഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ, ആ ഫോൾട്ട് ക്രിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും? സീസ്മിക്കലി വളരെ ആക്റ്റീവ് ആയിരിക്കും. എന്നുവെച്ചാൽ ടെക്ടോണിക്കലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഹിമാലയാസ് റീജിയൻസ് ഒക്കെ എർത്ത്ക്വേക്ക് പ്രോൺ റീജിയൻസ് ആയിട്ട് മാറുന്നത്. കാരണം പ്ലേറ്റുകൾ അതിന്റെ ഫുൾ ഫോർമേഷൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെ എന്താണ് ഒരു ഓവർ ത്രസ്റ്റഡ് ആയിട്ട് കൊണ്ട് തന്നെ, ഓവർ ഫോൾഡിങ് നടന്നുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്ലേറ്റുകൾ ടെൻസ്ഡാണ്, ഐ മീൻ സ്ട്രെസ്ഡ് ആണ്. അവിടെ എപ്പോഴും ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ടാവും, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫോൾട്ട് മൗണ്ടൻസിന്റെ പ്രത്യേകതകൾ. ഓക്കെ, ഒരു ഓഷൻ ലാൻഡ് മാസ് എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിൽ നിങ്ങൾ തള്ളുമ്പോൾ, രണ്ട് പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻവാർഡ് ത്രസ്റ്റ് ഉണ്ടാവും. ഇൻവാർഡ് ത്രസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്താ, ഒരു പേപ്പർ നമുക്ക് ചിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ അത് മടങ്ങും. ആ ഒരു ഫോഴ്സിനെ അതിജീവിക്കാൻ വേണ്ടി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മാറും. സോ അവിടെ ഒരു സൈൻ വേവ് പോലെ എന്ത് ചെയ്യും? ഒരു വേവ് ഫോർമേഷൻ നടക്കും. അതാണ് ഫോൾഡിങ് അല്ലെ. ഫോൾഡിങ് ആകുമ്പോൾ അതിന്റെ ലോവർ വേർഡ്സ് ഫോൾഡിങ് എന്ത് പറയും? സിംഗ്ലൈൻ എന്ന് പറയും. അപ്വാർഡ് കർവിന് എന്ത് പറയും? ആന്റിക്ലൈൻ എന്ന് പറയും. ഈ ഫോൾഡിങ് പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഈ ടെക്ടോണിക് സ്റ്റെബിലിറ്റി വ്യത്യാസപ്പെടും. ഓക്കെ, സോ ഇതിനെ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? Fault mountains are the mountains
formed from the folding of the Earth's crust. അതിന് വേരിയസ് റീസൺസ് ഉണ്ട്. ഈ സോ ഫസ്റ്റ് ഓഫ് ഓൾ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് ആണ്, പരസ്പരമുള്ള മൂവ്മെന്റ് ആണ് ഈ ഫോൾഡ് മൗണ്ടൈൻസ് ഉണ്ടാവാനുള്ള റീസൺസ്. ഞാൻ പറഞ്ഞു അപ്പ് ഫോൾഡ്സിനെ പറയുന്ന അപ്പ് ഫോൾഡിന് എന്ന് പറയും ആന്റിക്ലൈൻ എന്ന് പറയും, ഡൗൺ ഫോൾഡ്സിന് എന്ന് പറയും സിംഗ്ലൈൻ എന്ന് പറയും. സോ അതിന് എക്സാമ്പിൾ പറഞ്ഞു ഹിമാലയാസ്, ആൻഡിസ് മൗണ്ടൈൻസ്, ആൽപ്സ് മൗണ്ടൈൻസ് ഒക്കെ, യൂറോപ്പിലെ ആൽപ്സ് മൗണ്ടൈൻ ഒക്കെ ഉദാഹരണമാണ്. സോ മൗണ്ടൈൻ ബിൽഡിംഗ് ആണ് ഈ എന്നൊരു ആക്ടിവിറ്റിക്ക് ഞാൻ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോഗ്രഫിക്കൽ ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? ഓറോജെനിസിസ്. ഓറോജെനിസിസ് അതാണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി. ഓറോജെനിസിസ്. ഓക്കെ, ഓറോജെനിസിസ് എന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത് പറയാ, അതിന് മൗണ്ടൈൻ ബിൽഡിംഗ് ആക്ടിവിറ്റിക്ക് ജോഗ്രഫിയിൽ പറഞ്ഞു. അപ്പൊ അതൊന്ന് ഇവിടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഇതിന്റെ ആൻസർ വരും. സോ കോണ്ടിനെന്റ് കൺവേർജൻസ് ഫസ്റ്റ് വൺ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഹിമാലയ. കോണ്ടിനെന്റ് ഓഷ്യാനിക് പ്ലേറ്റ് ആൻഡ് കോണ്ടിനെന്റൽ പ്ലേറ്റ് OC കൺവേർജൻസിന് എക്സാമ്പിൾ ആണ് ആൻഡിസ് മൗണ്ടൈൻസ്, പിന്നെ ഓൾഡ് മൗണ്ടൈൻസ് ആയിട്ടുള്ള നോർത്ത് അമേരിക്കയിലെ അപ്പലാഷ്യൻ മൗണ്ടൈൻസ് എന്നിവയൊക്കെ OC കൺവേർജൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഇവിടെ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫോൾഡ് മൗണ്ടൈൻസ് ആർ ഫോംഡ് അറ്റ് ദ മാർജിൻസ് ഓഫ് കോണ്ടിനെന്റ്സ്. വൈ? ബിക്കോസ് ഇത് ഈ ഒരു ഫോൾഡ് മൗണ്ടൻസ് ക്രിയേറ്റഡ് ആവാനുള്ള കാരണം എന്താണ്? കൺവേർജൻസ് ആണ്, കൺവേർജൻസ് ബൗണ്ടറി ആണ്. ഐദർ ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസ് കൊളീഷൻ, അല്ലെങ്കിൽ കോണ്ടിനെന്റ് കൊളീഷൻ. രണ്ട് കോണ്ടിനെന്റ് മാസുകൾ തമ്മിൽ കൊളീഷൻ ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഹിമാലയ, ഓർ ഒരു ഓഷ്യാനിക് മാസും ഒരു കോണ്ടിനെന്റ് മാസും തമ്മിൽ എന്ത് ചെയ്യാം, കൊളൈഡ് ചെയ്യാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഫോൾഡ് മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഈ ഒരു കൂട്ടിമുട്ടുന്ന കൊളൈഡ് ചെയ്യുന്ന ആ മാർജിനിലാണ് ഈ ഒരു എന്തുണ്ടാവുക, ഈ ഫോൾഡ് മൗണ്ടൻസ്. അതാണ് ആൻസർ. ക്ലിയർ ആണോ? ആരും എന്ത് ചോദിച്ചല്ലോ? ഓക്കെ, സോ കോണ്ടിനെന്റ് കൺവേർജൻസ്, അതായത് കൊളീഷൻ, അതായത് ഹിമാലയ ഫോം ചെയ്തത് കാര്യം പ്രത്യേകം എടുക്കുകയാണെങ്കിൽ, രണ്ട് കോണ്ടിനെന്റ് മാസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, സബ്ഡക്ഷൻ സോൺ ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ എന്ത് ചെയ്യും, രണ്ട് കൂട്ടിമുട്ടുമ്പോൾ അപ്വാർഡ് ത്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഡെൻസ് ആയിട്ടുള്ള ഓഷ്യനിക് പ്ലേറ്റ് മെയിൻ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള പ്ലേറ്റിനെ മുകളിലോട്ട് പൊക്കും. ഓക്കെ, അങ്ങനെ പൊക്കും, രണ്ടും പൊങ്ങും. അങ്ങനെ ഒരു ഫോൾഡിംഗ് ആണ് എന്ത് ഇവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഹിമാലയാസ് സംഭവിച്ചത്, ഫോം ചെയ്തത്. ഇവിടെ ഞാൻ പറഞ്ഞു ഈ ത്രസ്റ്റ് വളരെ ഒരുപാട് ഫോൾഡിങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൾഡിങ് കറക്റ്റ് ആവണമെന്നില്ല, ഓവർ ഫോൾഡ് ആവാം, സിമെട്രിക്കൽ ആവണമെന്നില്ല, അസിമെട്രിക് ആയിട്ടുള്ള ഫോൾഡ് ആവാം, ഓവർ ആയിട്ട് ഫോൾഡ് ആവാം. കറക്റ്റ് ഇങ്ങനെ വളരെ ഒരു ആംഗിളൊക്കെ വ്യത്യാസപ്പെടും, ഇൻക്ലൈൻഡ് ആവാം. അങ്ങനെ ഈ ഒരു ഓവർ ഫോൾഡഡ് ആയിരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒരുപാട് ഓവർ ഫോൾഡഡ് ആവുന്നതിന് ഓവർ ത്രസ്റ്റ് ഫോൾഡ് എന്ന് പറയും. അങ്ങനെ ഈ ഓവർ ത്രസ്റ്റ് ഫോൾഡ് കാരണം അവിടെ ഒരു ക്രാക്ക് അല്ലെങ്കിൽ ഫ്രാക്ചർ ക്രിയേറ്റ് ആവും. ഈ ഒരു ഫോൾഡിങ്ങിന്റെ ആ ഒരു സിങ്ക്രണസ് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുമ്പോൾ ആ ഒരു ഫ്രാക്ചർ ഫോം ചെയ്യുന്ന ആ ഒരു റോക്കിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ എന്ന് പറയുന്ന പേരാണ് NAPPE, നാപ്പ എന്ന് പറയും, NAPPE. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവും. അപ്പോ ഈ ഒരു ഫോൾഡ് മൗണ്ടൻസ് ആ പ്ലേറ്റ് എന്ത് ചെയ്യും, ഒരുപാട് ഈ ഒരു ആ ഒരു സിമെട്രിയിൽ നിന്നും ഒരുപാട് സെവറൽ കിലോമീറ്റേഴ്സ് സ്ലൈഡ് ചെയ്തിട്ട് മാറിപ്പോകും, പൊട്ടിപ്പോകും. ആ ഫോൾഡിങ് പൊട്ടിപ്പോകും എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പ്ലേറ്റ് അൺസ്റ്റേബിൾ ആയി. അവിടെ എപ്പോഴും ഒരു ആക്ടിവിറ്റി ഇങ്ങനെ നടക്കും, കാരണം അവിടെ സ്റ്റേബിൾ അല്ല, അടിയിൽ ഫോൾട്ട് ക്രിയേറ്റഡ് ആയി അല്ലെങ്കിൽ ഫ്രാക്ചർ ക്രിയേറ്റഡ് ആയി. സോ അവിടെ എപ്പോഴും എന്തുണ്ടാവും, ആക്ടിവിറ്റീസ്, ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ എർത്ത് അഥവാ സീസ്മിക് ആക്ടിവിറ്റീസ് വളരെ വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ വോൾക്കാനിസം ഉണ്ടാവുമോ? നമ്മുടെ ഹിമാലയസിൽ വോൾക്കാനിസം ഉണ്ടാവും? ഇല്ല. കാരണം കോണ്ടിനെന്റ് കൺവേർജൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് താഴോട്ടേക്ക് എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിലേക്കൊന്നും ഈ ഒരു പ്ലേറ്റ് പോകുന്നില്ല.
സിങ്ക് ചെയ്യുന്നില്ല, മറിച്ച് അപ്ത്രസ്റ്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, ആബ്സെന്റ് ആയിരിക്കും വോൾക്കാനിക് ആക്ടിവിറ്റീസ്. പക്ഷെ സീസ്മിക് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷൻ. സോ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഫോൾഡിങ്ങിന്റെ ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മുകളിൽ ആ ഒരു അപ്പ് ഫോൾഡിംഗ് എന്ന് പറയും, ആന്റി ക്ലൈൻ പറയും, ഡൗൺ ഫോൾഡിംഗ് എന്ന് പറയും, സിങ്ക് ലൈൻ എന്ന് പറയും. സോ അസിമെട്രിക് ആയിട്ടുള്ള ഫോൾഡിങ് കറക്റ്റ് ആയിരിക്കില്ല. ഫോൾഡിങ് ഓവർ ഫോൾഡർ ആകുമ്പോൾ കണ്ടില്ല, ഇൻക്ലിനേഷൻ കൂടി. ഓവർ ഫോൾഡർ ആകുമ്പോൾ എന്ത് റിക്കമ്പന്റ് വളരെ കൂടി. അങ്ങനെ ഒരുപാട് ഫോൾഡിങ് കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോൾഡിങ്ങിന്റെ ആ ഒരു പാറ്റേൺ ബ്രേക്കപ്പ് ആവും. അതുകൊണ്ടാണ് ഇവിടെ നാപ്പ് എന്ന റീജിയനിൽ കണ്ടില്ലേ, നാപ്പ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിട്ട് ഈ പ്ലേറ്റ് കുറെ മുന്നോട്ട് സ്ലൈഡ് ചെയ്ത് നീങ്ങി. സോ ഈ റീജിയൻ എന്തായിരിക്കും, ഒരു ഫോൾട്ട് ലൈൻ ആണ്, അല്ലെങ്കിൽ ത്രസ്റ്റ് പ്ലെയിൻ എന്ന് പറയാം. എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്, ടെക്ടോണിക്കലി വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യും, സീസ്മിക് ആക്ടിവിറ്റീസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോൾഡ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഐസോക്ലിനൽ ഫോൾഡ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും, പെർഫെക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ഫോൾഡിങ് ഉണ്ടാവും. അത് എല്ലായിടത്തും ഉണ്ടാവില്ല. സിമെട്രിക്കൽ ഫോം ഉണ്ട്, ഒരേ രീതിയിൽ പോകുന്നു. പിന്നെ അസിമെട്രിക്കൽ ഉണ്ട്, പലതും പല രീതിയിലായിരിക്കും അല്ലെ. ഓവർ ടേൺഡ് ഉണ്ട്, റിക്കംബന്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൾഡിംഗ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. പക്ഷേ ഈ നാപ്പെ എന്ന ഒരു ഫിനോമിന ഓർത്തിരിക്കുക. അതാണ് ഈ ഒരു കോണ്ടിനെന്റൽ കൺവേർജൻസിൽ ഈ ഒരു എർത്ത് ക്വേക്ക് സീസ്മിക് ആക്ടിവിറ്റീസ് ഉണ്ടാവാനുള്ള ഫോൾട്ട് ക്രിയേഷന് കാരണമാവുന്നത് ഈ ഒരു ഓവർ ത്രസ്റ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് നാപ്പെ. സോ അതാണ് കാരണം. സോ നെക്സ്റ്റ്, ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവേർജൻസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഓഷ്യാനിക് കോണ്ടിനെന്റൽ കൺവേർജൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നിരുന്നു അല്ലെ, എങ്ങനെയാണെന്ന്. ഓഷ്യാനിക് കൺവേർജൻസ്, ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഓസി കൺവേർജൻസ് എങ്ങനെയാണ് വരുന്നത്? ഓഷ്യാനിക് പ്ലേറ്റ് താഴോട്ടേക്ക് സബ്ഡക്റ്റഡ് ആവുന്നുണ്ട്. ഈ സബ്ഡക്റ്റിംഗ് സോൺ ഇവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ട്രെഞ്ചസ് ഉണ്ട് അല്ലെ, ട്രെഞ്ചസ് നേരോ ആയിട്ടുള്ള ആ ഒരു ഡീപ്പ് റൂട്ട് ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ട്രെഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു സബ്സ്യൂംഡ് ആയിട്ടുള്ള ഈ ഒരു റോക്ക് മെറ്റീരിയൽസ് ഈ ഓഷ്യനിക് പ്ലേറ്റ് ഇവിടെ മെൽറ്റഡ് ആവും ഓസ്ട്രോസ്ഫിയറിലെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. സോ അത് മുകളിലോട്ട് വരും. സോ ഈ ഒരു ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫോൾട്ട് മൗണ്ടെയിൻസിൽ എന്തുകൂടി ഉണ്ടാവും, അവിടെ ഈ എർത്ത് ആക്ടിവിറ്റീസ് ഓൾറെഡി ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ വോൾക്കാനിക് ആക്ടിവിറ്റീസും ഇവിടെ വളരെ പ്രിവലന്റ് ആയിട്ട് കാണും. എക്സാമ്പിൾ ആൻഡീസ് മൗണ്ടെയിൻസ്, റോക്കീസ് മൗണ്ടെയിൻസ്. അതേസമയം കോണ്ടിനെന്റ് കൺവേർജൻസ് ആണെങ്കിൽ എർത്ത് ക്വേക്ക് സീസ്മിക് സോൺ ഉണ്ടാവും, പക്ഷേ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. ബിക്കോസ് ഈ ഒരു സബ്ഡക്ഷൻ സോൺ ആബ്സെന്റ് ആണ്. അപ്ത്രസ്റ്റിംഗ് മാത്രം, രണ്ട് പ്ലേറ്റ് കൂടിയിട്ട് മുകളിലോട്ട്. ഓക്കെ, ഇതാണ് ഇതിലെ നമ്മൾ പ്രൈമറിലി എന്താണ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ഓക്കെ, അപ്പോ ഫോൾഡ് മൗണ്ടൻസും വോൾക്കാനോസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ്, കോണ്ടിനെന്റൽ ഓഷ്യാനിക് കൺവേർജൻസിലാണ് വോൾക്കാനിസം ഒബ്സർവ് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. കോണ്ടിനെന്റൽ കൺവേർജൻസിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ആബ്സെന്റ് ആണെന്ന് പറയാം. അവിടെ എന്തില്ല, സീസ്മിക് സോൺ ഉണ്ടാവും, പക്ഷെ വോൾക്കാനിസം ഉണ്ടാവില്ല. അതിന്റെ കാരണം പറഞ്ഞു, സബ്ഡക്ഷൻ സോണും അതിന്റെ ഭാഗമായിട്ട് വരുന്ന മാഗ്മ ഇറപ്ഷനുമാണ് അതിന്റെ കാരണം. ദെൻ അതിന്റെ എക്സാമ്പിൾ നമുക്ക് ആൻഡീസ് പറയാം. കോണ്ടിനെന്റൽ കൺവേർജൻസ് തമ്മിലായിട്ട് ഹിമാലയം പറഞ്ഞാൽ എക്സാമ്പിൾസ് ആയി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മതിയാവും ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കടന്നു പോകാറുള്ള പഠിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ്.
വാട്ട് ഡു യു, നിങ്ങൾ ഇതിന്റെ നോട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതൊന്നും ആവശ്യമില്ല. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിൽ വിത്ത് ഡയഗ്രാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലാസ് കഴിഞ്ഞ ഉടനെ. ഈ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ച അത്രയും ക്ലാസ്സിൽ ഞാൻ ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. സോ മെയിൻ പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതിയാവും ക്ലാസ് ടൈംസ്. നിങ്ങളെ ഇഷ്ടം നിങ്ങൾ പറഞ്ഞു. So what do you understand by the theory of continental drift? Discuss the prominent evidences in its support. Shiju, please share notes in group also. Sure, group link ഞാൻ ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ, ഞാൻ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അവരുടെ കോൺടാക്ട് പേഴ്സണോട് ചോദിച്ചിട്ട് ഞാൻ പറയാം, ഷെയർ ചെയ്യാൻ പറയാം. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം തരും. So what do you understand by the theory of continental drift? Discuss the prominent evidences in its support. So continental drift theory എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതിനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ എന്തെല്ലാം? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാറ്റിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അസംഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയും ചോദിക്കാം. സോ ഇതെങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും? ഈ ചുരുങ്ങിയ വാക്കുകളിൽ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ മാർക്കിനനുസരിച്ച് ഒന്നുകിൽ വളരെ ഇലാബറേറ്റഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ചുരുക്കി എഴുതാനും ആവശ്യപ്പെടാം. സോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ബേസിക്കലി ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് എബോവ് ദ എർത്ത്. കോണ്ടിനെന്റ്സ് അറ്റ് പ്രസന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയ രീതിയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അതിന് പിന്നിലുള്ള സീക്രസിയിലേക്കാണ്, അതിന് പിന്നിൽ നടന്ന ഒരു ഫിനോമിന, ആ ഒരു പ്രോസസ്സിലേക്കുള്ള വേണ്ടിയിട്ടുള്ള ഒരു എത്തിനോട്ടമായിരുന്നു എന്ത് ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ. ആൽഫ്രഡ് വാഗ്നർ എന്ന ഒരു ജർമ്മൻ മെറ്റീരിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം 1915 ദ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിലാണ് ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റിയിട്ട് ആധികാരികമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് അബോവ് ദ എർത്ത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ ഒരു 16th സെഞ്ചുറിയില് ഒരു ഫേമസ് കാർട്ടോഗ്രാഫർ ഉണ്ട്, എന്നുവെച്ചാൽ മാപ്പ് മേക്കർ. സോ അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം ഓർട്ടേലിയസ് എന്നാണ്. എബ്രഹാം ഓർട്ടേലിയസ് അദ്ദേഹം കാർട്ടോഗ്രാഫി ആണെന്ന് പറഞ്ഞു. അതും ഡ്രോയിങ് ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു. സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക രണ്ടിന്റെയും കോസ്റ്റ് ലൈൻസ് സിമിലർ ഷേപ്ഡ് ആണ്. രണ്ടും ചേർത്ത് വെച്ചാൽ ഒരൊറ്റ ലാൻഡ് മാസ് പോലെ ഇരിക്കും. അത് അദ്ദേഹം അന്നേ ശ്രദ്ധിച്ചിരുന്നു. സോ അത് ഒരിക്കലും ഒരൊറ്റ ഒരു ലാൻഡ് മാസ് ആയിരുന്നു എന്നൊരു സാധ്യത അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു, 16th സെഞ്ചുറിയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആൽഫ്രഡ് വാഗ്നർ ആണ് ഈ തിയറിക്ക് ശരിക്കും ഒരു ഫോർമേഷൻ നൽകിയത്. അത് കൃത്യമായിട്ടുള്ള എവിഡൻസസും അദ്ദേഹം തന്നു. പക്ഷെ അതിനുള്ള കാരണമായിട്ടുള്ള ആയേക്കാവുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് അത്രയും കൺവിൻസിങ് ആയിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം തന്ന എവിഡൻസസ് ഒരു പരിധി വരെ കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസസ് ആയിരുന്നു. സോ ഇതിനെപ്പറ്റി പഠിക്കുന്ന കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ട ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ ഡയഗ്രാം നമ്മുടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഡിഫറെന്റ് പീരീഡ്സ് ആയിട്ട്, ഡിഫറെന്റ് ഏജസ് ടൈം പീരീഡ്സ് ആയിട്ട് നമ്മുടെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ നമുക്ക് വിഭജിച്ചിട്ടുണ്ട് നമ്മുടെ എർത്തിന്റെ ഹിസ്റ്ററി. ഏറ്റവും വലിയ ടൈം ഏജസ് ആണ് ടൈം പീരീഡ് ആണ് എന്ന് പറയും ഇയോൺസ് എന്ന് പറയും, EON, ഇയോൺ. നെക്സ്റ്റ് അതിന്റെ സബ് ഡിവിഷൻ ആണ് എറ, ദെൻ കംസ് പീരീഡ്, ദെൻ എപ്പോച്ച്. ഓക്കെ, സോ എങ്ങനെയാണ് അതിന്റെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇയോൺസ്, ദെൻ കംസ് എറ, ദെൻ കംസ് പീരീഡ്, ദെൻ എപ്പോച്ച്. ഇങ്ങനെയാണ് നമ്മുടെ ജിയോളജിക്കൽ ടൈം സ്കെയിലിന്റെ ഒരു ഹൈറാർക്കി വരുന്നത്. നമ്മളിപ്പോൾ പ്രസന്റ്ലി നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു എപ്പോച്ചിന്റെ പേര് ഹോളോസീൻ എന്നാണ്. ഫെനറോസോയിക് എന്ന ഇയോണില് അതത്ര ഇമ്പോർട്ടന്റ് അല്ല. എറ നോക്കിയാൽ എറ ഏതാണ് നമ്മുടേത്? കെയ്നോസോയിക് എന്ന എറയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്.
കൈനോസോ, ഇത് പറയാൻ കാരണമുണ്ട്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ ഇതിനായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൈനോസോയിക് എറ. കൈനോസോയിക് എറ എന്ന് വെച്ചാൽ അറ്റ് പ്രസന്റ് 65 മില്യൺ ഇയേഴ്സ് മുമ്പ് മുതൽ അറ്റ് പ്രസന്റ് വരെയുള്ള ഒരു വലിയൊരു ടൈം സ്കെയിലാണ് എന്ത് പറയുന്നത്, കൈനോസോയിക് എറ എന്ന് പറയുന്നത്. ഞാൻ ഇത് NCERT ആണ് റെഫർ ചെയ്യുന്നത്. ചിലതിൽ സെനോസോയിക് എന്ന് ഇതിന് പറയാറുണ്ട്. കൈനോസോയിക് എന്ന് പറഞ്ഞാൽ മതി, NCERT റെഫർ ചെയ്താൽ മതി. കൈനോസോയിക് എന്ന എറയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിന്റെ സബ് ഡിവിഷൻ ആയിട്ടുള്ള പീരീഡ്സ് ഏതൊക്കെയാണ് പീരീഡ്? അതിന് രണ്ട് പീരീഡ്സ് ഉണ്ട്. ഒന്ന് ക്വാട്ടേണറി ആണ്, രണ്ടാമത് ടെർഷ്യറി ആണ്. ടെർഷ്യറി പീരീഡ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് കൈനോസോയിക് എറയിലെ ക്വാട്ടേണറി ആണ്. സോ കൈനോസോയിക് എറയുടെ സബ് ഡിവിഷൻ ആയിട്ടുള്ള ക്വാട്ടേണറി പീരീഡ്, അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടെർഷ്യറി പീരീഡ് തൊട്ട് മുമ്പുണ്ടായിരുന്ന പീരീഡ് അത് കഴിഞ്ഞു. സോ ഈ ക്വാട്ടേണറി പീരീഡിൽ രണ്ട് എപ്പോച്ച് ഉണ്ട്. അതിന്റെ പേര് ഒന്ന് ഹോളോസീൻ, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് പ്ലീസ്റ്റോസീൻ. പ്ലീസ്റ്റോസീനിലാണ് ഹോമോസാപ്പിയൻസിന്റെ ഒറിജിൻ. മോഡേൺ മാൻ ആയി മാറിയത് ഹോളോസീൻ എപ്പോച്ച് എന്ന് വെച്ചാൽ ഹോളോസീൻ എന്ന എപ്പോച്ചിലാണ്, ക്വാട്ടേണറി പീരീഡിലെ ഹോളോസീൻ എന്ന എപ്പോച്ചിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഹോളോസീൻ എപ്പോച്ച് എന്ന് വെച്ചാൽ at present to 10,000 years ago. Okay. So, കൈനോസോയിക് എന്ന എറയ്ക്ക് തൊട്ട് മുമ്പുള്ള മെസോസോയിക് എറ, അത്രയും പഠിച്ചാൽ അതിന് താഴേക്ക് പോകണമെന്നില്ല. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അത് തൊട്ട് മുമ്പ് എറയാണ് ഏത്? മെസോസോയിക് എറ. ഞാൻ പറഞ്ഞു 0 to 65 മില്യൺ ഇയേഴ്സ് വരെയാണ്, മുമ്പ് വരെയുള്ള സമയമാണ് കൈനോസോയിക്. അതേസമയം മെസോസോയിക് എറ എന്ന് വെച്ചാൽ 65 to 245 മില്യൺ ഇയേഴ്സ് എഗോ ഉള്ള ടൈം സ്കെയിൽ, ആ ഒരു ടൈം സ്കെയിലാണ്, ടൈം പീരീഡ് ആണ് മെസോസോയിക് എറ. ERS എന്നാണ് ഞാൻ സോറി എറ എന്നാണ് ഉള്ളത്. സോ ഇത് പറയാൻ മെസോസോയിക് എറയിലാണ് മേജർ ആയിട്ടുള്ള കോണ്ടിനെന്റ് ഡ്രിഫ്റ്റിംഗ് അല്ലെങ്കിൽ കോണ്ടിനെന്റ് ബ്രേക്കിംഗ് നടന്നതെന്നാണ് ആര് പറയുന്നത്? ഈ ഒരു ആൽഫ്രഡ് അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതാണ്? ഒന്ന് ക്രെറ്റേഷ്യസ്, ദെൻ ജുറാസിക്. ജുറാസിക് പീരീഡ് എല്ലാവർക്കും കുറച്ച് പരിചയമുള്ളതായിരിക്കും. ജുറാസിക് പീരീഡ് ഡൈനോസർ, ഏജ് ഓഫ് ഡൈനോസേഴ്സ് ആണ്. അതിനു മുമ്പുള്ള സമയമാണ് ട്രയാസിക്. സോ ട്രയാസിക് കഴിഞ്ഞിട്ടാണ് ജുറാസിക്, ജുറാസിക് കഴിഞ്ഞിട്ട് ക്രെറ്റേഷ്യസ്, അങ്ങനെയാണ് വരിക. സോ മെസോസോയിക്കിലെ 3 സബ് ഡിവിഷൻ ആണ്. സോ ജുറാസിക് പീരീഡില് ദിനോസേഴ്സിന്റെ ഒറിജിൻ ആണ്. ക്രെറ്റേഷ്യസ് പീരീഡ് ആയപ്പോഴേക്കും ദിനോസേഴ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി മാറി. ഇദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൽഫ്രഡ് വാഗ്നറിന്റെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പ്രകാരം all the continents formed from a single continental mass, Pangaea, and mega ocean Panthalassa surrounded it. So Pangaea എന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു എർത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു മെഗാ ഓഷ്യൻ നെയിംഡ് എന്താണ് കോൾഡ് ആസ് എന്താണ് പാന്തലാസ എന്ന ഒരു സൂപ്പർ മെഗാ ഓഷ്യൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ അറൌണ്ട് 200 മില്യൺ ഇയേഴ്സ് അഗോ, 200 മില്യൺ ഇയേഴ്സ് അഗോ എന്ന് പറഞ്ഞാൽ ഏത് എറയായി? ഞാനിപ്പോൾ പറഞ്ഞു മെസോസോയിക് എറ എന്ന് വെച്ചാൽ 65 to 245 മില്യൺ ഇയേഴ്സ് അഗോ ആണ്. സോ മെസോസോയിക് എറയിലാണ് സംഭവിക്കുന്നത്. 200 മില്യൺ ഇയേഴ്സ് അഗോ എന്ത് സംഭവിച്ചു? 200 മില്യൺ ഇയേഴ്സ് അഗോ ഈ ഒരു പാൻജിയ എന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റ് ബ്രേക്കപ്പ് ആയി തുടങ്ങി, സ്പ്ലിറ്റ് ആയി തുടങ്ങി. എന്നിട്ട് 2 ലാർജ് ലാൻഡ് മാസ് ആയിട്ട് മാറി. ഒന്ന് സൗത്തിലേക്ക് പോയി. സതേൺ പാർട്ടിലുള്ള ലാൻഡ് മാസിന്റെ പേര് ഗോണ്ട്വാന ലാൻഡ് എന്നും, നോർത്തേൺ സൈഡിലുള്ള കോണ്ടിനെന്റ് മാസിന്റെ പേര് ലൊറേഷ്യ അല്ലെങ്കിൽ ലൊറേഷ്യ എന്ന് വിളിച്ചാൽ ലൊറേഷ്യ എന്നുമാണ് പേരിട്ടത്. സോ പാൻജിയ ബ്രേക്ക് ചെയ്തു മെസോസോയിക് എറയില്. എന്നിട്ട് 2 ലാൻഡ് മാസസ് ആയിട്ട് മാറി, ലൊറേഷ്യ ആൻഡ് ഗോണ്ട്വാന ലാൻഡ്.
ഈ ഗോണ്ടോണ ലാൻഡില് ആണ് നമ്മുടെ എന്തുള്ളത് ഇന്ത്യൻ ലാൻഡ് മാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഒക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ട് ലാൻഡ് മാസിന്റെയും ഇടയിലായിട്ട് ലൊറേഷ്യയുടെയും ഗോണ്ടോണ ലാൻഡിന്റെയും ഇടയിലായിട്ട് ഒരു സീ ഉണ്ടായിരുന്നു. ആ സീയുടെ പേരാണ് ടെത്തിസ് സീ. ഓക്കെ എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 200 മില്യൺ ഇയേഴ്സ് എഗോ ആണ് സംഭവിച്ചത്. സോ എന്താണ്, പാൻജിയ എന്നൊരു സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. പിന്നെ 200 മില്യൺ ഇയേഴ്സ് എഗോ എന്ത് സംഭവിച്ചു, ഈ സൂപ്പർ കോണ്ടിനെന്റും പരസ്പരം വേർപെട്ട് സ്പ്ലിറ്റിങ് തുടങ്ങി. അങ്ങനെ ലൊറേഷ്യ എന്ന നോർത്തേൺ പാർട്ടും ഗോണ്ട്വാന ലാൻഡ് എന്ന സദേൺ പാർട്ടും ഉണ്ടായി. പിന്നീട് ഇവഞ്ച്വലി എന്ത് സംഭവിച്ചു, ഈ ഒരു ഗോണ്ട്വാന ലാൻഡും പല പാർട്ടായിട്ട് വിഭജിക്കാൻ തുടങ്ങി. ചില പാർട്ട് യുറേഷ്യയിലേക്ക് വന്നു, ചിലത് വെസ്റ്റ് വാർഡ്സ് പോയി, ചിലത് ഈസ്റ്റ് വാർഡ്സ് പോയി. ലൊറേഷ്യയിലും അങ്ങനെ സംഭവിച്ചു. അങ്ങനെ മാറി മാറി അകന്നകന്ന് സ്പ്ലിറ്റ് ചെയ്തും ബ്രേക്കപ്പ് ആയിട്ടുമാണ് നിലവിൽ കാണുന്ന രീതിയിൽ കോണ്ടിനെന്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോം ആയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇതാണ് കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് തിയറി. സോ ഇതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന എവിഡൻസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എവിഡൻസ് നമുക്കറിയാം, എന്താണ്, ജിഗ്സ് ഓഫ് ഫിറ്റ് അഥവാ മാച്ചിങ് ഓഫ് ദ കോണ്ടിനെന്റ്സ്. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം പറഞ്ഞു സൗത്ത് അമേരിക്കയും ആഫ്രിക്കയുടെയും കോസ്റ്റൽ റീജിയൻസ്, കോസ്റ്റൽ ലാൻഡ് മാസ് തമ്മിൽ ചേർത്ത് വെച്ചാൽ രണ്ടും മുറിച്ചെടുത്തതുപോലെ, ഒരു ലാൻഡ് മാസിൽ നിന്ന് മുറിച്ചെടുത്തതുപോലെ മാച്ച് ആയിട്ട് ജോയിൻ ആവും, ഗ്യാപ്പൊന്നും ഇല്ലാതെ ജോയിൻ ആവും. സോ ഇറ്റ് ഷോസ് ദാറ്റ് it implies that once upon a time these two land masses were a single continent. Okay. സോ അത് ഓൾമോസ്റ്റ് കറക്റ്റും ആണ്, വളരെ സിമിലാരിറ്റി ഉണ്ട് ഇതിന്റെ ഒരു ഷേപ്പുകൾ തമ്മിൽ. മാത്രമല്ല ഈ ഒരു ഓഷ്യൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ഓഷ്യന് അക്രോസ് ഉള്ള റോക്സ്, രണ്ട് സൈഡിലുള്ള കോണ്ടിനെന്റ്സിൽ നിന്നുള്ള റോക്ക് പാറകളും മറ്റൊക്കെ അതിന്റെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴി അതിന്റെ ഏജ് കണക്കാക്കി നോക്കിയപ്പോൾ ഒരു ഓഷ്യന് അക്രോസ് കാണപ്പെടുന്ന രണ്ട് കോണ്ടിനെന്റ്സിലായിട്ട് ഒരുപാട് സെവറൽ കിലോമീറ്റേഴ്സ് 1000 കിലോമീറ്റേഴ്സ് അപ്പാർട്ടായിട്ടുള്ള ഈ രണ്ട് കോണ്ടിനെന്റ് മാസിൽ കാണപ്പെടുന്ന റോക്സ് തമ്മിൽ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടിനും ഏജ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ ബോത്ത് എന്താണ് ഫോംഡ് അറ്റ് സെയിം ടൈം. കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ചിന്തിച്ചാൽ എന്താണ്, വൺസ് അപ്പോൺ ടൈം ഇത് ഫോർമേഷൻ നടക്കുമ്പോൾ ഈ രണ്ട് ലാൻഡ് മാസും ഈ രണ്ട് കോണ്ടിനെന്റ്സും ഒന്നായിരുന്നു. പിന്നീട് അത് വേർപെട്ട് പോയപ്പോഴാണ് അതിനിടയിൽ ഒരു ഓഷ്യൻ അല്ലെങ്കിൽ സീ വന്നത്. സോ ഫസ്റ്റ് വൺ എന്താണ്, മാച്ചിങ് ഓഫ് ദ കോണ്ടിനെന്റ്സ്. ഫസ്റ്റ് വൺ എന്നാണ് മാച്ചിങ് ഓഫ് ദ കോണ്ടിനെന്റ്സ് അഥവാ ജിഗ് സോ ഫിറ്റ്. ഫോർ എക്സാമ്പിൾ എന്താണ്, സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. ഓക്കെ, ശരി, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്, മാച്ചിങ് ഓഫ് കോണ്ടിനെന്റ്സ് ആണ്. സോ സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും തമ്മിൽ ആ ഒരു അത്രയും സിമിലാരിറ്റി ഉണ്ട് കോസ്റ്റ് ലൈൻസ്. സോ പറ്റുമെങ്കിൽ ഒരു ഡയഗ്രാം കൂടി വരയ്ക്കാം, എത്ര മാർക്കിനാണെന്ന് അനുസരിച്ചിട്ട്. അത്രയും ഒരുപാട് എഴുതുന്നതിന് പകരം ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ സംഭവം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് പറയാം, റോക്സ് ഓഫ് ദ സെയിം ഏജ് അക്രോസ് ദ ഓഷ്യൻസ്. ഒരു ഓഷ്യന്റെ ചുറ്റിനുള്ള കോണ്ടിനെന്റ്സിൽ കാണപ്പെടുന്ന റോക്സിന്റെ ഏജ് സെയിം ഏജ് ആണെന്ന് കണ്ടെത്തി. അതിൽ നിന്നും എന്ത് ചെയ്യണം, ഈ റോക്ക് ഫോർമേഷന്റെ സമയത്ത് ഈ ഒരു ലാൻഡ് മാസസ് ഒക്കെ ഒരു സിംഗിൾ ലാൻഡ് മാസസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം ടിലൈറ്റ് ആണ്. ടിലൈറ്റ്സ് എന്ന് വെച്ചാൽ ഗ്ലേഷ്യൽ സെഡിമെന്റ്സ് എന്നാണ് അർത്ഥം. ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്, അതായത് ഐസ് ഡെപ്പോസിറ്റുകളില് അടിയിലുണ്ടായിരുന്ന എന്താണ് സെഡിമെന്ററി റോക്സിനെയാണ് ടിലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ പ്ലീസ്റ്റോസിൻ പീരീഡ് ഒക്കെ നമുക്കറിയാം, ഫുള്ളി ഐസ് ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടായിരുന്നു. സോ അതിനൊക്കെ ബിനീത് ദ സർഫസ് ഐസ് ഗ്ലേഷ്യേഴ്സിൽ എന്തുണ്ട്, സെഡിമെന്ററി റോക്സ് ട്രാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റഡീസ് നടത്തി നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് ഈ ഗോണ്ടോണ സിസ്റ്റം ഓഫ് സെഡിമെന്റ്സ്, ഇന്ത്യയിൽ നിന്നുള്ള ഗോണ്ടോണ സിസ്റ്റം ഓഫ് സെഡിമെന്റ്, നമുക്കറിയാം ഇന്ത്യ ഗോണ്ടോണ ലൈനിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഗോണ്ടോണ സിസ്റ്റം ഓഫ് സെഡിമെന്റ്സിന്റെ സ്റ്റഡീസ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സതേൺ ഹെമിസ്ഫിയറിലുള്ള 6
ഡിഫറെന്റ് ലാൻഡ് മാസസ്, പല ഭാഗത്തായി ഡിസ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള പല ഭാഗത്തായിട്ടുള്ള 6 ലാൻഡ് മാസസുമായിട്ട് കാണപ്പെടുന്ന ടില്ലൈറ്റ്സ് അഥവാ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റുകളായിട്ട് ഇതിനെല്ലാം സാമ്യതയുണ്ട്, സിമിലാരിറ്റി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മഡഗാസ്കർ, ആഫ്രിക്ക, അന്റാർട്ടിക്ക എന്നീ ഓസ്ട്രേലിയയിലൊക്കെ കാണപ്പെടുന്ന ടില്ലൈറ്റ് സിസ്റ്റം, ഈ ഒരു ഗോണ്ടോന സിസ്റ്റം ഓഫ് സെഡിമെന്റ്സ് ഫ്രം ഇന്ത്യ, എല്ലാത്തിനും ഇതിന്റെ ഒരു കൗണ്ടർ പാർട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്, ഈ പാലിയോ ക്ലൈമറ്റ്സിനെ പറ്റിയുള്ള സ്റ്റഡീസ് മനസ്സിലാക്കി തരുന്നതും ഇതെല്ലാം വൺസ് അപ്പോൺ ടൈം ഒരു സിംഗിൾ ലാൻഡ് മാസ് ആയിരുന്നു എന്നാണ്. ഓക്കെ, ഇന്ത്യയിലുള്ള കോൾ ഫോർമേഷന്റെ മോർ ദാൻ 95% ഈ ഒരു ഗോണ്ടോന സിസ്റ്റം ആ ടൈം പീരീഡിൽ ഫോം ചെയ്ത കോളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള കോളിന് കാർബൺ കണ്ടന്റ് കുറവാണ്. അതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് റിസോഴ്സസുമായി ബന്ധപ്പെട്ട. എന്നാലും ഓർക്കുക, ഇന്ത്യയിലുള്ള കാർബണിന് എന്താ പ്രശ്നം, കാർബൺ കണ്ടന്റ് കുറവാണ്. കാരണം അതിന്റെ ഫോർമേഷൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, കാർബൺ കണ്ടന്റ് കുറവാണ്. അതുകൊണ്ട് ആഷ് കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ പൊല്യൂഷൻ കൂടുതലാണ് ഇന്ത്യൻ കോളിന്. ഇന്ത്യയിൽ അബണ്ടന്റ് ആയിട്ട് കോൾ അവൈലബിൾ ആണ്, പക്ഷെ അത് വളരെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ വളരെ ഉണ്ടാക്കുന്ന ഒരു കോളാണ് ഇന്ത്യൻ കോൾ. അതിപ്പോ സമയം ഇമ്പോർട്ട് ചെയ്യുന്ന കോൾസ് ഇപ്പം മറ്റു പല കൺട്രീസിലുള്ള കോൾസ് ക്രെറ്റേഷ്യസ് പീരീഡ്സിൽ ഉണ്ടായതാണ്. അതിൽ കാർബൺ കണ്ടന്റ് വളരെ റിച്ച് ആണ്, കൂടുതലാണ്. ഓക്കെ, സോ അതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. പിന്നെ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് പ്ലേസർ ഡെപ്പോസിറ്റ് ആണ്. ഒരു ഉദാഹരണത്തിന് ഗാന എന്ന ആഫ്രിക്കൻ കൺട്രിയിൽ കോസ്റ്റൽ റീജിയനിലാണ്, വെസ്റ്റേൺ ആഫ്രിക്കയിലാണ്. സോ അവിടെ കാണപ്പെടുന്ന ഗോൾഡ് ഡെപ്പോസിറ്റ് കാണപ്പെടുന്നു പ്ലേസർ ഡെപ്പോസിറ്റ് ആയിട്ട്. കാരണം അവിടെ റിവർ സൈഡിലും കോസ്റ്റൽ റീജിയൻസിലൊക്കെ നമുക്ക് ഗോൾഡ് ഡെപ്പോസിറ്റ്സ് കാണപ്പെടും പ്ലേസർ ഡെപ്പോസിറ്റ് ആയിട്ട്. ഗോൾഡിന്റെ ഒരു മിനറൽ ആ ഒരു സോഴ്സ് റോക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഒരുപാട് പ്ലേസർ ഡെപ്പോസിറ്റ് കാണപ്പെടും. ഇപ്പൊ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് മോണസൈറ്റ് ഇൽമനൈറ്റ്സ് ഒക്കെ കാണപ്പെടുന്നില്ല, എന്താണ് മിനറൽസ് ആണ് എന്ന് പറയുന്നത്. ഗോൾഡ് അവിടെ നല്ല പ്ലെന്റ് ആയിട്ട് പ്ലേസർ ഡെപ്പോസിറ്റ് ആയിട്ട് കാണപ്പെടുന്നു, സാൻഡി മണലിൽ നിന്നും അരിച്ചെടുക്കാവുന്ന രീതിയിൽ. സോ ഇങ്ങനെയുള്ള പ്ലേസർ ഡെപ്പോസിറ്റ് എവിടെ നിന്ന് വന്നു? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതുകൊണ്ട് അസോസിയേറ്റ് ആയിട്ട് ഒരു സോഴ്സ് റോക്ക് സമീപത്ത് എവിടെയെങ്കിലും ആണ്, പക്ഷെ അവിടെ ഇല്ല. അന്വേഷിക്കുമ്പോൾ അതിനുള്ള ഒരു സോഴ്സ് കണ്ടെത്താൻ സാധിക്കുന്നത് അക്രോസ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ എവിടെയാണ്? ബ്രസീലിലാണ് അതിന്റെ സോഴ്സ് റോക്ക് ഉള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പ്ലേസർ ഡെപ്പോസിറ്റ് ഇവിടെ കാണപ്പെടുന്നു. പ്ലേസർ ഡെപ്പോസിറ്റ് കാണപ്പെടുന്നത് ഗാന കോസ്റ്റില്, അതിന്റെ സോഴ്സ് റോക്ക് കാണപ്പെടുന്നത് അക്രോസ് ദ ഓഷ്യൻ ബ്രസീലിലാണ്. ഇറ്റ് മീൻസ് ദാറ്റ് വൺസ് അപ്പോൺ ടൈം ബോത്ത് വെയർ എ സിംഗിൾ ലാൻഡ് മാസ്. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ബ്രസീലിന്റെ ഈ ഒരു ഏരിയ ഗാനയുമായിട്ട് ചേർന്ന് നിൽക്കും, ആ ഒരു ഏരിയ മാച്ചിങ് ഓഫ് ദ കോൺഫിഡൻസ്. ദെൻ എന്താണ് സെഡിമെന്ററി റോക്സ്? എന്താണ് നമ്മളുടെ ഫോസിൽസിന്റെ അപ്പിയറൻസ്? ഒരുപാട് ഫോസിൽസ് നമ്മളെ റിസർച്ച് എന്താ പറയാ, ഒരുപാട് ഫോസിൽസ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മള് എടുത്തപ്പോ അതിൽ നിന്നുള്ള സ്റ്റഡീസ്, ആർക്കിയോളജിക്കൽ സ്റ്റഡീസ്, ഫോസിൽ സ്റ്റഡീസ് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല പഴയ ഏനിമൽസും എന്താണ് ഈ ഒരു കോണ്ടിനെന്റ്സിലെല്ലാം അതിന്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അക്രോസ് ദ ഓഷ്യൻ സിമിലർ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് എന്താണ് ഫോസിൽസ് അക്രോസ് ദ ഓഷ്യൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ലെമ്യൂർ, ഇന്ത്യയിൽ ഒക്കർ ചെയ്ത ലെമ്യൂർ ആഫ്രിക്കയിലും മഡഗാസ്കറിലൊക്കെ ഉണ്ട്. മെസോസോറസ് എന്ന ഒരു ഏനിമല് എന്ന ഒരു റെപ്റ്റൈലാണ്, ടൈനി റെപ്റ്റൈലാണ്. അതും ഇതിന്റെ സ്കെൽട്ടൺസ് എവിടെ? ബ്രസീലിലും പിന്നെ സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതും എന്താണ് പറയുന്നത്, ഓരോ ക്ലൈമറ്റ് റീജിയൻസ് അല്ലെ, ഇതെല്ലാം ഒരു സിംഗിൾ ലാൻഡ് മാസ് ആയിരുന്ന സമയത്ത് ആണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടായിരുന്നത് ഈ ഒരു ജീവികളുടെ. കാരണം ഡിഫറെന്റ് ലാൻഡ് മാസിൽ ഡിഫറെന്റ് ക്ലൈമറ്റ് സോണിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആനിമൽസും ഫ്ലോറ ആൻഡ് ഫോണ ആണ് കാണപ്പെടുന്നത്. പക്ഷെ സെയിം ടൈപ്പ് ഓഫ് ഫ്ലോറ ഫോണ അല്ലെങ്കിൽ ഫോസിൽസ് ഇവിടെ എല്ലാം ജോഗ്രഫിയിൽ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വൺസ് അപ്പോൺ ടൈം they all constituted a single landmass എന്ന് തന്നെ ആയിരിക്കണം. ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് എവിഡൻസ് മാച്ചിങ് ഓഫ് ദ കോണ്ടിനെന്റ്സ് ആണ്, അഥവാ ജിഗ്സ് ഓഫ് ഫിറ്റ് ആണ്.
എക്സാമ്പിൾ സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. രണ്ടാമത്തത് റോക്കിന്റെ ഏജ് ആണ്. സെയിം ഏജ് ഉള്ള റോക്സ് അക്രോസ് ദ ഓഷ്യൻ കണ്ടെത്തിയത്. മൂന്നാമത് ടിലൈറ്റ്സ് അഥവാ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ്സിന്റെ സ്റ്റഡീസ് നിന്നും ഉള്ള ഒരു സിമിലാരിറ്റീസ് ആണ്. പിന്നെന്താണ് പ്ലേസർ ഡെപ്പോസിറ്റ്. ഉദാഹരണത്തിന് ഗാന കോസ്റ്റിലുള്ള പ്ലേസർ ഡെപ്പോസിറ്റ് ആയ ഗോൾഡ് അക്രോസ് ദ അതിന്റെ സോഴ്സ് റോക്ക് കാണപ്പെടുന്നത് ബ്രസീലിലാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ ഇത്രയും ഉണ്ടായുള്ളൂ. എവിഡൻസസ് എന്താണെന്ന് ചോദിച്ചു, കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് തിയറി എന്താണെന്ന് ചോദിച്ചു, അതിന്റെ എവിഡൻസസ് ചോദിച്ചു. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് അതിന്റെ പോരായ്മകൾ എന്നൊക്കെ കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ഇതിന്റെ കാരണമായിട്ടുള്ള ഫോഴ്സ് എന്താണെന്ന് ചോദിക്കാം. ഇതിന് കാരണമായിട്ടുള്ള ഫോഴ്സസ് ഇദ്ദേഹം മെയിൻ ആയിട്ട് പറഞ്ഞത് ഒന്ന് പോൾ ഫ്ലീയിങ് ഫോഴ്സ് ആണ്. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് കാരണം ഒരു സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് ഇതിലെ കോണ്ടിനന്റ് മാസസിനൊക്കെ ഉണ്ടാവും, എർത്തിനുണ്ടാവും. അത് കാരണം ഒരു മൂവ്മെന്റ് ഈ കോണ്ടിനൻസിന് ഉണ്ടാവാം. പിന്നെയുള്ളത് ടൈഡൽ ഫോഴ്സ് ആണ്. പോൾ ഫ്ലീയിങ് ഫോഴ്സ് ഒന്നാമത്, പിന്നെയുള്ളത് ടൈഡൽ ഫോഴ്സ് ആണ്. അതാണ് മറ്റൊരു കാര്യമായി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് ആയിട്ട് ആൽഫ്രഡ് വാഗനർ പറയുന്നത്. ടൈഡൽ ഫോഴ്സ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പുൾ അപ്ലൈഡ് ബൈ സൺ ആൻഡ് മൂൺ. സണ്ണിന്റെയും മൂണിന്റെയും ആകർഷണം ടൈഡൽ ഫോഴ്സ്. പിന്നെ ടൈഡൽ കറൻസും ഉണ്ട്. ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ മൂന്ന് ഫോഴ്സസ് ഇദ്ദേഹം സജസ്റ്റ് ചെയ്ത, ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ഒരു മൂന്ന് ഫോഴ്സുകളും വളരെ വീക്ക് ഫോഴ്സ് ആണ്. ഒരു കോണ്ടിനെന്റൽ മാസിനെ മൂവ് ചെയ്യാൻ മാത്രം ശക്തിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു സയന്റിഫിക് വേൾഡ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന് വലിയൊരു പോരായ്മയായിട്ട് പറഞ്ഞത് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഫോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വാഗനർക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇത് കമ്പാരിറ്റീവ്ലി വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിലും മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇതിങ്ങനെ ഈ ഒരു ഫോഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈഡ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് കോണ്ടിനെന്റിൽ മൂവ് ചെയ്തേക്കാം, അതിനുള്ള എഫക്റ്റ് ഉണ്ടാവാം എന്നാണ് ഇദ്ദേഹം വാദിച്ചത്. പക്ഷെ അതത്ര കൺവിൻസിങ് ആയിരുന്നില്ല. സോ അതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഡ്രോബാക്ക്. പിന്നെ ഇദ്ദേഹം കോണ്ടിനെന്റൽ മാസിന്റെ സ്പ്ലിറ്റിങ് കാര്യമായിട്ട് പറഞ്ഞെങ്കിലും ഈ ഓഷ്യൻസിന്റെ കാര്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല, ഓഷ്യൻസിന്റെ ഈ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഉള്ളത് മെസോസോയിക് എറയിലാണ് ഈ ഒരു സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ അഥവാ ഡ്രിഫ്റ്റിംഗ്, കോണ്ടിനെന്റ് ഡ്രിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന്, അതായത് 200 മില്യൺ ഇയേഴ്സ് എഗോ ആണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ആര് പറയുന്നുണ്ട്? വാഗനർ പറയുന്നുണ്ട്. പക്ഷെ വൈ ഇൻ മെസോസോയിക് എറ? മെസോസോയിക് എറയിൽ മെസോസോയിക് എറയ്ക്ക് മുൻപേ എന്തുകൊണ്ട് നടന്നില്ല? അതിന് മുൻപോ അതിന് പിൻപോ നടക്കാമല്ലോ. കറക്റ്റ് ആ ഒരു ടൈമില്, ജിയോളജിക്കൽ ടൈമില് നടക്കാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഇതിന് കാരണമാവുന്ന ഫോഴ്സസ് വളരെ വീക്ക് ഫോഴ്സസ് ആണ്. ഈ ഒരു ഡ്രിഫ്റ്റിങ്ങിന് കാരണമാവുന്ന ഒരു സ്ട്രെങ്ത് അതിനില്ല എന്നാണ്. പിന്നെ മോഡേൺ തിയറീസ് ആയിട്ടുള്ള പ്ലേറ്റ് ടെക്ടോണിക്സ്, സീഫ്ലോർ സ്പ്രെഡിംഗ് തിയറി, പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നിവയൊക്കെ വന്നതോടുകൂടി കൂടുതൽ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ കൂടുതൽ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവരാൻ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് പോലുള്ള തിയറികൾക്ക് സാധിച്ചു എന്ന് വേണം പറയാം. സോ ഇത്രയുമാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് പറയാൻ നമുക്കുള്ളത്. സോ 8 o'clock ആയി. നെക്സ്റ്റ് ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഇപ്പോൾ കമന്റ് സെക്ഷനിൽ ഇടാം, നിങ്ങൾ നോക്കിക്കോളൂ. There is no formation of deltas by west flowing rivers of the Western Ghats. Why? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ വേണ്ടത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം, ഐ മീൻ ക്ലാസ് നോട്ട്സ് ഷെയർ ചെയ്യാം. ഇതെന്നെ ഞാൻ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. നമ്മൾ ഇന്ന് പേപ്പറിൽ വായിച്ചല്ലോ, നമ്മുടെ പ്രിലിംസിന്റെ പേപ്പറൊന്നും ക്വാളിറ്റി ഇല്ല, ഒരുപാട് പേരുടെ അത് മാനുവൽ വാല്യുവേഷൻ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അവസ്ഥ എന്തായിരിക്കും ദൈവത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടേത് അതിൽ പെടാതിരിക്കട്ടെ. കാരണം മാനുവൽ
മാനുവൽ വാല്യുവേഷന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അറിയാലോ. ആദ്യം ഒരു വട്ടം മാത്രമേ വാല്യുവേഷൻ നടത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഹ്യൂമൻ എറേഴ്സ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. സോ നമ്മളത് അതിൽ പെടാതിരിക്കട്ടെ. ഓക്കെ, സോ ഞാനിതാ ഷെയർ ചെയ്തു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും ലഭിക്കുന്നില്ലെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് അപ്ലോഡ് ആവുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഫയലും ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. വെയിറ്റ്, അപ്ലോഡ് ആയിട്ടില്ല, ഒരു മിനിറ്റ്. അത് 2.4 MB ഉണ്ട്. സ്ലോ ആണെന്ന് തോന്നുന്നു ഇവിടെ അപ്ലോഡ് ആവുന്നു. മനസ്സിലായില്ല? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായി. നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനെ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നോക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വെസ്റ്റേൺ ഗഡ്സിൽ നിന്നും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഡെൽറ്റ ഫോം ചെയ്യുന്നില്ല. പകരം അവിടെ അവരെന്താണ് ചെയ്യുന്നത്? എസ്റ്ററീസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ എസ്റ്ററീസ് ഫോർമേഷൻ നടക്കുന്നത്? ഡെൽറ്റ ഫോർമേഷൻ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസർ ആരെങ്കിലും ഒന്ന് പറയാമോ? ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. There is no formation of deltas by west flowing rivers of the Western Ghats. Okay, Western Ghats-ന്റെ വെസ്റ്റേൺ സൈഡ് അഥവാ കേരള ഫേസ് ചെയ്യുന്ന സൈഡ്. സോ അത് ഒന്നാമത് വളരെ നേരോ ആണ്. വെസ്റ്റേൺ ഗഡ്സിന്റെ കോസ്റ്റൽ സൈഡ്സ് നേരോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ സ്റ്റീപ്പാണ്. The steepness is higher in Western Ghats. Western Ghats-ന്റെ വെസ്റ്റേൺ സൈഡ് വളരെ സ്റ്റീപ്പാണ്. സ്റ്റീപ്പ് ഗ്രേഡിംഗ് ആണ്. സ്ലോപ്പ് വളരെ സ്റ്റീപ്പാണ്. പക്ഷെ വെസ്റ്റേൺ ഗഡ്സിന്റെ ഈസ്റ്റേൺ സൈഡ്, അതായത് കർണാടക, തമിഴ്നാട് ഭാഗത്ത് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടുള്ള ആ റീജിയൻ, ബേ ഓഫ് ബംഗാൾ ഫേസ് ചെയ്ത റീജിയൻ സ്റ്റീപ്പ് അല്ല, വളരെ ജെന്റിൽ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഇങ്ങോട്ട് വളരെ സ്റ്റീപ്പായിട്ടുള്ള വെസ്റ്റേൺ ഗഡ്സ് ആർ ഹാർഡ് റോക്സ്, therefore no sediments. അതും കറക്റ്റാണ്. വളരെ സ്റ്റീപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ഫോഴ്സിലാണ് എന്ത് ചെയ്യുക, വളരെ സ്പീഡിലാണ് റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത്. അതൊരു കാര്യം. ഞാൻ സ്പീഡ് കൂടുതലാണ്. വളരെ ഷോർട്ട് കോഴ്സ് അല്ലെ, ഷോർട്ട് റണ്ണിങ് റിവേഴ്സ് ആണ്. രണ്ടാമത് അല്ലെ, അതുകൊണ്ട് സെഡിമെന്റ്സ് ഉണ്ടാവില്ല, സിൽട്ട് ഉണ്ടാവില്ല. സെഡിമെന്റ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സെഡിമെന്റ്സ് ക്യാരിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓഷ്യൻ ഫ്ലോറിൽ മൗത്തിൽ അവർ സെഡിമെന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വളരെ വളരെ കുറവായിരിക്കും. സോ രണ്ട് കാരണങ്ങളായി. സ്റ്റീപ്നെസ് ഒരു കാരണം, വളരെ സ്പീഡായിരിക്കും. പിന്നെ എന്താണ്, സെഡിമെന്റ്സ് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഡെൽറ്റ ക്രിയേറ്റ് ആവുന്നില്ല, പകരം എസ്റ്ററീസ് ആണ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇതുവരെ അത് ആയിട്ടില്ല. എക്സാമ്പിൾ ആയിട്ടുള്ള നർമ്മദ, താപ്തി തുടങ്ങിയ റിവേഴ്സ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഓക്കെ, ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ. ആർക്കെങ്കിലും അത് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് പറയാം. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് വെസ്റ്റേൺ ഗഡ്സിനായിട്ട് ഒരു ഡയഗ്രാം വരച്ചിട്ട് ആ ഒരു സ്റ്റീപ്നെസ് കാണിക്കുക. കോണ്ടിനെന്റൽ കോസ്റ്റൽ ഏരിയ വളരെ നേരോ ആണെന്ന് വരയ്ക്കുന്ന ഒരു ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കണം. പിന്നെ ഇങ്ങോട്ട് ഈസ്റ്റേൺ സൈഡ് നല്ല ലെങ്ത്തിൽ നിൽക്കുകയാണ്, വളരെ സ്റ്റീപ്പ്, എന്താ പറയുക, ലോ ഗ്രേഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ വളരെ മെച്യൂർഡായിട്ട്, വളരെ റിവേഴ്സിന്റെ എല്ലാ കോഴ്സും യൂത്ത് സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ്, ഓൾഡ് സ്റ്റേജ് ഒക്കെ പോകുന്നതിനുള്ളൊരു ഡ്യൂറേഷൻ ലഭിക്കുന്നുണ്ട്. ഒരുപാട് സെഡിമെന്റ്സ് കിട്ടാൻ, കാരണം ലെങ്ത് കൂടുതലാണ്, സെഡിമെന്റ്സ് അങ്ങനെ ഒരുപാട് കിട്ടാൻ ചാൻസ്. അതുകൊണ്ടാണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ, മഹാനദി ഡെൽറ്റ ഇങ്ങോട്ടുള്ള റിവേഴ്സിനൊക്കെ എന്തുണ്ട്, ഈസ്റ്റേൺ ഫ്ലോയിങ്ങിന് എന്ത് സംഭവിക്കും, ഡെൽറ്റ ഉണ്ട്. ഓക്കെ സർ, നോട്ട് റിസീവ്ഡ് അല്ലേ, പ്ലീസ് ഷെയർ ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഓക്കെ, ഞാൻ ഇന്നലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്യാം, രണ്ടും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.